കേസിൽ ഹാജരാക്കപ്പെട്ട തെളിവുകളുടെയും സാക്ഷിമൊഴികളുടെയും അടിസ്ഥാനത്തിൽ ഒന്നാം പ്രതിയായ ചക്കാലക്കൽ രാജൻ എന്ന രാജൻ ചെട്ടിയാർ സ്വന്തം ഭാര്യയായ രാജമ്മയെ ദാരുണമായി കൊലപ്പെടുത്തിയതായി ഈ കോടതിക്ക് ബോധ്യമായിരിക്കുന്നു. ഭൂമിക്കടിയിൽ മറഞ്ഞുകിടക്കുന്നു എന്ന് പ്രതി വിശ്വസിച്ചിരുന്ന ഒരു നിധി കണ്ടെത്താനായി അന്ധവിശ്വാസങ്ങളുടെ പേരിൽ ഒന്നാം പ്രതി സ്വന്തം ഭാര്യയായ രാജമ്മയെ നരബലി നൽകി എന്ന പ്രോസിക്യൂഷൻ ചാർജ് നിസംശയം തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. ഇന്ത്യൻ ശിക്ഷാ നിയമം 302, 307 എന്നീ വകുപ്പുകൾ പ്രകാരം ശിക്ഷ അർഹിക്കുന്ന കുറ്റകൃത്യങ്ങൾ പ്രതി ചെയ്തതായി ഈ കോടതിക്ക് ബോധ്യമായിരിക്കുന്നു. അതിനാൽ ഈ കേസിലെ ഒന്നാം പ്രതിയായ ചക്കാലക്കൽ രാജൻ എന്ന രാജൻ ചെട്ടിയാരെ ജീവപര്യന്തം കഠിന തടവ് ശിക്ഷ അനുഭവിക്കുവാൻ ഈ കോടതി ഉത്തരവിടുന്നു. സൂപ്രണ്ടിന്റെ ശ്രമഫലമായിട്ടാണ് കോടതി ഈ ആനുകൂല്യം അനുവദിച്ചു തന്നത്. ഇവിടുത്തെ തന്റെ പെരുമാറ്റം അങ്ങേർക്ക് മതിപ്പുളവാക്കാൻ കാരണമായിട്ടുണ്ട്. കഴിഞ്ഞതെല്ലാം മറക്കണം. വാശിയും വൈരാഗ്യവും ഒന്നിനൊരു പരിഹാരമല്ല. മോനെ അണ്ണാ, അബ്ദു, അണ്ണാ, നേരെ കഴിവറവന്റെ വീട്ടിലേക്ക് പോട്ടെ. അബ്ദു, ചവിട്ടി പൊളിയടാ. അയ്യോ അണ്ണാ, ചെയ്യല്ലേ ഇതിനു വേണ്ടിയാണ് നായെ 7 വർഷം ഞാൻ കാത്തിരുന്നത്. എന്റെ പൊന്നു തങ്കു, 2 ആഴ്ചയായി ഞാൻ കുളിച്ചിട്ട്. ആ പടകാളി വരുന്നതിന് മുമ്പ് ഞാൻ ഇത്തിരി വെള്ളം എടുത്തോട്ടെ. അയ്യടാ, അങ്ങനെ ഇപ്പൊ തങ്കു മാറിട്ട് ആരും ഉണ്ടാക്കണ്ട. ഇവന് അത്താഴത്തിന് വെള്ളം ഇല്ലാണ്ട് ആ പാറുവിന്റെ കൈന്നവരോട് മനുഷ്യർക്ക് കുടിക്കാൻ വെള്ളമില്ല. അപ്പോഴവന്റെ ഉടുക്കത്തൊരു കുളി. നേരം വെളുത്താൽ ഇറങ്ങും പെണ്ണുങ്ങളെ വായ നോക്കാൻ. അല്ലേടാ, വായി നോക്കി വെള്ളം ഇറക്കാൻ പറ്റിയൊരു തിരു മോന്ത. ഈ മോന്ത കണ്ട വെള്ളം ഇറങ്ങാതെ ആവും. എടാ, എന്റെ മോന്തയ്ക്ക് എന്താണ് ഒരു കുറവ്? ഒരു കുറവുമില്ല. ഇത്ര നല്ലൊരു മൂന്ന കണ്ടിട്ട് കുറവുണ്ടെന്ന് പറഞ്ഞാൽ ശരിയായില്ലോ. ശരിയായില്ല, എനിക്കും തോന്നി. ഇത്തിരി കൂടെ കൂട്ടി പറയണോ അല്ലേ? അത് അസുഖം പറയാ. എന്തൊരു സൗന്ദര്യമുള്ള സ്ത്രീയാണിത്. എടാ കോയെ, നീ അവനെ മറ്റവളാക്കിയതാണല്ലോടാ. പൊന്നാന വെള്ളത്തിൽ നിങ്ങളെ ഞാൻ മക്കാതാക്കൂല. പ്രത്യേകിച്ച് നിങ്ങളെ ഈ മൂന്ന് കാണുമ്പോഴാണ് എനിക്ക് എന്റെ സൗന്ദര്യത്തെ പറ്റി കുറച്ചെങ്കിലും ഒരു മനസ്സമാധാനം എന്താണ് നീ പറഞ്ഞത്? നീ എന്താണ് കുട്ടിച്ച കുസ്തിക്ക് ആളെ കിട്ടാത്ത വൈൽമന്മാർക്കും പോലെ ഇതാ നിക്കല് നമ്മളെ വാസ്കോടി മല പോലെ. ഓടാനും വയ്യ, ഓടാതിരിക്കാനും വയ്യ. അവിടെ കിടന്നോ? വേഗം നടക്കണ്ടോ? ഒന്ന് മാറി മോനെ. ഭഗവാനെ, ഇതാര് പെറ്റ കുട്ടിയാണാവോ? ഏതായാലും ഒരു പെണ്ണ് പെറ്റ കുട്ടിയാണ്. അല്ലോ പാവം, വെള്ളത്തിൽ നോക്ക്. പിഴച്ചതായിരിക്കും. ഈ ഒരുമിട്ടോൾക്ക് വേറെ എന്തെങ്കിലും ചെയ്യായിരുന്നില്ലേ? എല്ലാരും ഈ കുന്ത്രാണ്ട് ഉപയോഗിക്കാൻ പുറപ്പെട്ട ഇന്ത്യ മഹാരാജ്യത്ത് പിന്നെ എന്റെ മാതിരിയുള്ള പൗരന്മാരുണ്ടാവോ? വിവരക്കേട് പറയാതെ പോയാ. നേര് പറഞ്ഞാൽ വിവരക്കേടായി. തന്റെ അച്ഛനെ ദുർബുദ്ധി തോന്നി. എന്റെ അച്ഛനൊന്നും അല്ലേ കൊച്ചിന്റെ. തന്റെ അച്ഛനെ ദുർബുദ്ധി തോന്നിയിരുന്നു ഈ കുട്ടിച്ചനെ ഈ ചക്കാത്തിന് കാണാൻ പറ്റായിരുന്നോ? ഈ കുട്ടി ആണോ പെണ്ണോ? ഇത് മുഷ്ടി ചുരുട്ടിയിരിക്കണേ. എന്ത് ചുരുട്ടിന്നാ പറഞ്ഞു? മുഷ്ടി ചുരുട്ടിയിരിക്കുന്നേ. ആ കുട്ടിയെ നാളെ തന്നെ ഗുലാ വിളിക്കും. നല്ല തങ്കം പോലത്തെ കുട്ടി. കുട്ടിച്ചന് മക്കളില്ലല്ലോ, എന്നതിനെ എടുക്കും. അത് കലക്കി. എന്റെ വ്യാകുല മാതാവേ, ചങ്കത്തടിക്കണ വർത്താനം പറയല്ലേ എന്റെ തങ്കു. അല്ലെങ്കിൽ തന്നെ ശോശാക്കുട്ടിക്ക് എന്റെ സംശയം. പോലീസിലറിയിക്കാം. ഒന്ന് പോളൂ. ഇതെന്താ തീവ്രവാദി അറ്റാ പോലീസിൽ ഏൽപ്പിക്കാൻ? ആർക്കും വേണ്ടെങ്കിൽ ഞാൻ ഇതിനെ എടുത്തോളാം.
ബക്കറ്റ് നോക്കി ഞാൻ നിൽക്കാം. തെന്നി വരും പൂന്തന്നലേ താരാട്ടൊന്നു പാടാമോ പൂമാനമേ വെൺമേഘമേ ശോകഗാഥ കേൾക്കാമോ തങ്കക്കനിയോമന മൂകാദ്രമായിത ഏതോ ജന്മപാപം ആരോമൽ ശാപം തെന്നി വരും പൂന്തന്നലേ താരാട്ടൊന്നു പാടാമോ പൂമാനമേ വെൺമേഘമേ ശോകഗാഥ കേൾക്കാമോ പൊന്മകനെ വീഴാതെ നീ തീരഭൂവിൽ എൻ മകനെ കേഴാതെ നീ നീലരാവിൽ പൂങ്കുരും നിൻ കണ്ണീരാൽ ഒരു സന്താപക്കടൽ നീന്തീരാ നീലവാനിൽ കൊന്നോവൻ കിളിക്കുഞ്ഞേ കൂട്ടിന് പോരാമോ അന്തരംഗ ശോകരാഗമേ ബാല്യകാലത്തിൻ നൊമ്പരങ്ങളുമേറ്റു പാടുമോരോരാ തെന്നി വരും പൂന്തന്നലേ താരാട്ടൊന്നു പാടാമോ പൂമാനമേ വെൺമേഘമേ ശോകഗാഥ കേൾക്കാമോ വാഴുന്നവർ വീഴും കാലം നീ രാജരാജൻ കേഴുന്നവർ വാഴും കാലം നീ രാജദാസൻ ദീപമാല ചാത്താനെത്തുമി സ്വർലോക കനിമാലാകെ കൈത്തുടന്ന പൂക്കൾ പാതയിൽ പൂകാനെന്തിനു നോവുന്നു നീലവാന മേഘസൂനമേ കാലജാലമേ ജീവപാതയെ ഓർമ്മയിലെൻ രാഗമായി തെന്നി വരും പൂന്തന്നലേ താരാട്ടൊന്നു പാടാമോ പൂമാനമേ വെൺമേഘമേ ശോകഗാഥ കേൾക്കാമോ തങ്കക്കനിയോമന മൂകാദ്രമായിരാ ഏതോ ജന്മഭാവം ആരോമൽ ശാപം തെന്നി വരും പൂന്തന്നലേ താരാട്ടൊന്നു പാടാമോ പൂമാനമേ വെൺമേഘമേ ശോകഗാഥ കേൾക്കാമോ ഓഹോ അവൻ എനിക്കെതിരെ കോടതിയിൽ പോകും. അവനാര്? ഉണ്ട ചോറിന് നന്ദിയില്ലാത്തവൻ. ദേ സക്കീർ,
നീ അവനോട് ഇങ്ങോട്ട് വരാൻ പറ. അണ്ണാ അത് പിന്നെ എന്താടാ നിന്ന് ചെറിയണത്? പോയിട്ട് വരാൻ പറ. അണ്ണാ അത് അണ്ണ അവരുടെ ചേരിയിലോട്ട് ചെന്നാ കൈ വെട്ടുമെന്നോ കാല് വെട്ടുമെന്നോ ഒക്കെയാണ് ആന്റപ്പം പറഞ്ഞിരിക്കുന്നത്. എന്റെ കാല് വെട്ടുവന്നോ? അത്രയ്ക്ക് തണ്ടോ ആ നായിന്റെ മോന്? ആന്റപ്പന്റെ ബലത്തിലാ വാസൂട്ടിക്ക് ഉശിര് കൂടിയത്. ആന്റപ്പനാര്? തെണ്ടി നടന്നപ്പോ ഞാൻ ആളാക്കിയത്. നന്ദി കെട്ടവൻ. പോയി ചെയ്തിട്ട് വാ. നാളെ അവൻ കോടതിയിലെത്തരുത്. ചേരിയിലിട്ട് വെട്ടട്ടെ. ഉദയ, നീ എന്താ ഒന്നും പറയാത്തത്? അണ്ണാ ചേരിയിലിട്ട് ചെയ്യാൻ പറയാൻ നടക്കണ കാര്യമല്ല. അണ്ണാ അടിയെന്ന് എഴുതി കാണിച്ചാൽ മതി. ഓടുവന്മാര് അവന്മാരുടെ ശരിയാവുമ്പോ ആളും കൂടുതലുണ്ടാവും. വാസൂട്ടി സെക്കൻഡ് ഷോ വിട്ട് വരുമ്പോ കപ്പളാമൂടിനെ എടുത്തിട്ട് വെട്ടാം. അതേ നടക്കൂ. ശരി. അന്നത്തെ പോലെ ഓടാനാണെങ്കിൽ ഇപ്പോഴേ പറയാം. നെഞ്ചക്കെടുത്തോടാ. ആന്റപ്പണ്ണല്ലേ കപ്പളാമൂട് തീർത്ത് നടത്തിട്ട് വിട്ടാന പരിപാടി തിരിച്ചിട്ടുണ്ട്. വാസൂട്ടിയെ ഒരുത്തനും ഒരു പുല്ലും ചെയ്യില്ല. വേണ്ട പ്രൊട്ടക്ഷൻ ഞാൻ നൽകുന്നുണ്ട്. അത് മതി ആന്റപ്പണ്ണ. കപ്പളാമൂട്ടിലെ നവമാര് സ്വീകരിക്കുന്നത് ഈ ആന്റപ്പൻ തന്നെ ആയിരിക്കും. അണ്ണന്റെ വേട്ടപ്പട്ടികളുടെ ശവം നാളെ കാലത്ത് കാക്കയും കഴുകനും കുത്തി വലിക്കുന്നത് നിങ്ങൾക്ക് കാണാം. താൻ ധൈര്യമായിട്ടിരിക്കടോ. ഈ ആന്റപ്പന്റെ നെഞ്ചത്ത് ചവിട്ടി വേണം അവന്മാർക്ക് നിന്നെ തൊടാൻ. ഡേയ് മായ, എല്ലാവരെയും വിളിക്കേ. ഇന്നത്തെ കൊയ്ത്ത് ഗംഭീരമാക്കണം. കുറെ പേര് വാസൂട്ടിയുടെ കൂടെ നില്ലേ. ബാക്കി എൻ്റെ കൂടെ വാ കപ്പളാമൂട്ടിലേക്ക്. വണ്ടി നേരെ വിടും. അയ്യോ ഇത് ആന്റപ്പന്റെ ചേരിയിലേക്കല്ലേ? നീ എന്താ ചാവാൻ തന്നെ തീരുമാനിച്ചോ? അവന്മാരുടെ വായിലോട്ട് കപ്പളാമൂട് തീർന്നെടുത്തപ്പോ ആന്റപ്പനും ബാച്ചും തയ്യാറായി നിൽപ്പുണ്ടാവും. അവനെങ്ങനെ അറിഞ്ഞു? ഇക്കാലത്ത് ചുമരുകൾക്ക് പോലും കാതുണ്ടളിയാ. അവരാള് കൂടുതലുണ്ട്. ഓടിക്കോ. ഓടരുത്. ഓടരുതെന്നാണ് പറഞ്ഞതും. പുറത്തോട്ട് പോരുത്.
എന്താടാ നീ എന്തോ നാളെ കോടതി പറയാൻ പോണെന്ന് കേട്ടു. ഉണ്ട ചോറിന് നന്ദി കാണിക്കണോടാ. ചൊറിയും ചെരങ്ങും പിടിച്ച് കണ്ട കവല നിരങ്ങി നടന്ന കാലമൊന്നും മറക്കരുതടാ. ചെത്ത് മാപ്പാക്കണം. നീ എന്ത് കരുതി? അവനാര്? ആന്റപ്പൻ നിന്റെ അപ്പനോ? നീ സാക്ഷി പറഞ്ഞാൽ അവരെന്നെ അറസ്റ്റ് ചെയ്യോ? ചെയ്യൂടാ നായേ. പോലീസ്, പട്ടാളം, മന്ത്രിമാര് എല്ലാം എന്റെ കയ്യിൽ. നിന്നെ കൊല്ലണം. പക്ഷെ ഇപ്പൊ ഞാനത് ചെയ്യുന്നില്ല. നീയും ആന്റപ്പനും ചേർന്നാൽ എന്നെ അങ്ങ് കളയും. അല്ലടാ ചെറ്റേ. ഇവരെ കണ്ടോ? ഇവര് മതി നിന്നെയും ആന്റപ്പനെയും ചേരിയടക്കം ചുട്ട് കരിക്കാൻ. കൊണ്ടുപോ. 4 ദിവസം കഴിഞ്ഞ് വിട്ടാ മതി. പോ. എന്താ മക്കളെ? ഞാൻ പറഞ്ഞില്ലേ അണ്ണാ, നമ്മുടെ കൂട്ടത്തിൽ ആരോ ഒറ്റ കൊടുക്കണ്ടെന്ന്. വരട്ടെ, നമുക്ക് കണ്ടുപിടിക്കാം. അബ്ദു, കണ്ടപ്പെട്ട ചരയക്കട കൊടുക്കാതെ വീടുകളിൽ കൊണ്ട് കൊടുക്കണം. പറഞ്ഞാട്ടല്ലേ. വാള് വെക്കണമെങ്കിൽ നേരത്തെ പറയണം. ഒരു ഉഗ്ര വണ്ടിയടാ. ബമ്പർ അങ്ങനെ ഉഗ്ര. പിന്നെ പൊൻതാരം പൂത്തുലഞ്ഞ വേളയിൽ വിണ്ണാറ്റിൽ നീന്തി വന്ന ദേവതേ, നീ മോഹരാഗമാലപിക്കും. ഏതോ രാത്രി സത്രം തേടി വന്നു നെഞ്ചിൽ ചാഞ്ഞുറങ്ങും ഈണം തൊട്ടുണർത്തി ഒന്നായി കൂടാൻ വാ. പൊൻതാരം പൂത്തുലഞ്ഞ വേളയിൽ വിണ്ണാറ്റിൽ നീന്തി വന്ന ദേവതേ, നീ മോഹരാഗമാലപിക്കും. ഏതോ രാത്രി സത്രം തേടി വന്ന് നെഞ്ചിൽ ചാഞ്ഞുറങ്ങും ഈണം തൊട്ടുണർത്തി ഒന്നായി കൂടാൻ വാ. മിഥ്യയായി സത്യമായി ഉള്ളിനുള്ളിലൂറി നിന്റെ മന്ദഹാസകാന്തിപൂരം. സ്വർണമായി വർണ്ണമായി നിർണയം നിറഞ്ഞു നിന്റെ സ്വപ്നലോല നൃത്തഭാവം. ആറ്റുനോറ്റു കാത്തിരുന്ന പുണ്യമല്ലയോ, ആശകൾക്ക് തേൻ പകർന്ന ഹംസമല്ലയോ, നീ എൻ ലോലലോല തന്തി വീട്ടിവാ. പൊൻതാരം പൂത്തുലഞ്ഞ വേളയിൽ വിണ്ണാറ്റിൽ നീന്തി വന്ന ദേവതേ, നീ മൂകരാഗമാലപിക്കും. ഏതോ രാത്രി സത്രം തേടി വന്നു നെഞ്ചിൽ ചാഞ്ഞുറങ്ങുമീണം തൊട്ടുണർത്തി ഒന്നായി കൂടാൻ വാ. മിന്നുനീ ചിപ്പിയിൽ മെല്ലെ മെല്ലെ ഊർന്നിറങ്ങും ആദ്യ വർഷബിന്ദു പോലെ
തെന്നലിൽ കയ്യിലൂയലാടി നിൽക്കുമാദ്രയാമൊരിന്തുപോലെ ചിത്രവർണ്ണ ചെണ്ടണിഞ്ഞൊരോമലല്ലയോ നിന്നിലെന്റെ മോഹദീപനാളമില്ലയോ നീ എൻ ലോല ലോല തന്തി മീട്ടി വാ താരം പൊത്തുലഞ്ഞ വേളയിൽ പിന്നാറ്റിൽ നീന്തി വന്ന ദേവതേ നീ മോഹരാഗമാലപിക്കും ഏതോ രാത്രി സത്രം തേടി വന്നു നെഞ്ചിൽ ചാഞ്ഞുറങ്ങും ഈണം തൊട്ടുണർത്തി ഒന്നായി കൂടാൻ വാ ഹലോ ചേച്ചി ഒന്ന് നോക്കിട്ട് പോ. അയ്യേ ഇത് 57 മോഡല് നിനക്ക് പറ്റൂടാ. അയ്യോ ഇത് ഫക്കീറിന്റെ വകുപ്പാ. പോവാന്നോ ചേച്ചി? കാശിനും ബാക്കിയുണ്ടല്ലോ, നമുക്കൊന്നിനെ പൊക്കാം. ശരിയാ, കുറെ നാളായിട്ട് വിചാരിക്കും. എങ്കിൽ നമുക്ക് തങ്കമക്കാന്റെ അടുത്ത് പോകാം. പോടെ, എല്ലാം ചളാൻ കേസുകളാ, വല്ല എയ്ഡ്സും പിടിക്കും. നമുക്കും തരാം. ഓക്കെ 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 ബസ് സ്റ്റാൻഡിലേക്ക് പോട്ടളിയാ. നീ ഇവിടെ കയറിയാ എല്ലാം കാണാം. ബാക്കിലോട്ടോട് എന്താ എന്താ ഒറ്റയ്ക്കൊരു ക്ലിപ്പുണ്ടടാ. ഇതത് തന്നെ അവർക്ക് മനസ്സിലായെന്ന് തോന്നുന്നു നമ്മള് പൊക്ക ഇറങ്ങിയാണെന്ന്. നമുക്കൊന്ന് മുട്ടി നോക്കാം. ഒന്ന് വേഗം ചെല്ലടാ, അല്ലെങ്കിൽ വല്ല ആമ്പിള്ളേരും അടിച്ചോണ്ട് പോകും. അവളെ കണ്ടത് നല്ല വീട്ടിൽ പെങ്കൊച്ചിനെ പോലുണ്ട്. വെറുതെ കൂമ്പ് പാടാൻ അടി പാഴ്സൽ വരും. മച്ചമ്പി ഒന്ന് വേഗം ചെല്ലേ. പോലെ നിങ്ങൾ 3-4 പേരുണ്ട്. പൈസ എത്ര മണി തരാം, നമ്മൾ രാവിലെ വിടുകയും ചെയ്യാം. ശരി പുല്ലീസ് എന്താടാ ഈ നേരത്തെ ഇവിടെ ഒരു കറക്കം? ഏതാ ഇവിടെ? സാറേ ഇതെന്റെ മാമന്റെ മോളാ. മാമന്റെ മോളോ? കരടി വണ്ടിയല്ലേ? ഹലോ അണ്ണേ, അതെ ദേഹത്തോട്ടുള്ള കളി വേണ്ട കേട്ടോ, ദേഹത്തോട്ടുള്ള കളി വേണ്ടാന്ന്. നിന്റെയൊക്കെ സമയം കൊള്ളാം. പോവാന്നോ? വേറെ ഒരു ജോലി പോയി ഗുഡ് ബൈ. അലും പറക്കാതെ രാജകുമാരി ഉദയനു, നിനക്ക് ഇപ്പഴാ ഉദിക്കാൻ തോന്നിയത്? ഉപഗ്രഹങ്ങളൊക്കെ കൂടെ ഉണ്ടല്ലോ. എന്റെ അന്തരാത്മാവ് കത്തിപ്പോയി. അത് പണ്ടേ കത്തിയല്ല. എല്ലാ അലോരാദികളും കൂടെ എങ്ങോട്ടാ? അണ്ണാ ഞങ്ങളൊരു കോളമായിട്ട് വന്നതാ. ആ സമയത്തുള്ള കോളൊക്കെ ഞാൻ നിർത്തി. കുട്ടിച്ച ഒരു കുഴപ്പമില്ല. എനിക്ക് ജോലി ഒരുപാടുള്ള എനിക്ക് വണ്ടി നാളെ മക്കളൊക്കെ ഒരു കിണ്ണം ചരക്ക് ഞങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഞാൻ ഈ വക പരിപാടിയൊക്കെ നിർത്തി സത്യക്രിസ്ത്യാനിയായിട്ട് കഴിയാൻ പോവുക. എന്റെ ഈശോയെ ചേട്ടാ, ഇതിന് രാവിലെ തന്നെ ഇവിടെ ഉള്ളതാ. ആദ്യം എന്നെ ഇവിടെ വിടൂല, എന്ത് പറഞ്ഞാലും ഇവിടെ നടക്കില്ല. കഴിഞ്ഞ തവണ കാര്യം കണ്ടിട്ട് നിങ്ങൾ അങ്ങോട്ട് മുങ്ങിയില്ലേ? പോലീസ് വന്നപ്പോ ഇടികൊണ്ടത് ഞാനും. ഇത് അതുപോലല്ല. പിന്നെ നിങ്ങളൊന്ന് കണ്ടു നോക്ക്. പഴയതുപോലെ നിങ്ങൾക്ക് ആദ്യം പോലീസിന്റെ ഇടി കൊള്ളാൻ അതിന് ഞാനില്ല. അതുപോലല്ലെന്ന്. നല്ല മൈസൂർ തക്കാളി പോലെ ഉണ്ട്. മൈസൂർ തക്കാളി. എവിടെ തക്കാളി? തക്കാളി ജീപ്പിൽ ഉദയ, ഈ ഒരു പാപം കൂടി ചെയ്തിട്ട് ഞാൻ നല്ല ക്രിസ്ത്യാനി ആവാം. ഇങ്ങോട്ട് വരാൻ വാ, ഇങ്ങോട്ട് വാ. ഇപ്പൊ എങ്ങനെയുണ്ട് തക്കാളി? കള്ള നോട്ടം കണ്ടില്ല. ഇതിനെ എവിടുന്ന് തപ്പിയെടുത്തടാ? എന്റെ കഞ്ഞില് പാറ്റ വീഴുവോ?
പാറ്റ വീണു. ദേ മന്ദം മന്ദം പാറി വരും. രാജകുമാരി എന്റെ ശോശാമ്മ. എന്റെ ഈശോയെ, ഈ സമയത്ത് ഈ പരീക്ഷണം വേണോ? ഇതിലെവിടെയെങ്കിലും പാതാളത്തില്, പാതാളം എവിടെ? ഗോഡൌണില് പോ. പോടാ വേതാളം. എന്റെ ഈശോയെ, നീ പോയില്ലേ? ഒന്ന് പോയി അങ്ങോട്ടേക്ക് പോ. ഇതെന്നതാ മനുഷ്യ ഇത്? തീറ്റയും കൂടി ഒന്നും വേണ്ടേ? ഇങ്ങനെയുണ്ടോ ഒരു പണി? നീയായിരുന്നോ ഈ രാത്രിയിൽ ഒറ്റക്കിറങ്ങി നടന്നാ വല്ലവരും കൈവച്ചാലോ, കണ്ണു വെച്ചാലോ? അങ്ങനെ ചിന്തയുള്ളവരെ നേരത്തെ വീട്ടിൽ വരാത്തെന്താ? ഞാൻ കാത്തിരുന്ന് മടുത്തോന്നേ. ആ നീ ചെല്ല്, എനിക്ക് കുറച്ച് പണിയുണ്ട്. ഞാൻ ഒറ്റയ്ക്ക് പോവില്ല. എന്നെ കൊണ്ടേ പോകും. ആ കൊണ്ടേ പോകും. അല്ല, ഇത് ആർക്ക് വേണ്ടിയാ ഈ പണിയെടുക്കുന്നേ? ഇവന്മാര് ഗോഡൌൺ പൊളിച്ചെടുക്കും. ഗോഡൌൺ? അല്ല, ഈ ഗോഡൌൺ ഇങ്ങനെ അടക്കുന്ന കാര്യം ഇങ്ങനെ. ഗോഡൌൺ അടച്ചോ? ഇത് വേറെ വല്ല അടയ്ക്കാനുണ്ടോ? ആ ഉണ്ട്. നിന്റെ തിരുവായ ഒന്ന് പോകാമോ? പോയി അവർക്ക് വരാൻ കണ്ടോ നേരെ അപേക്ഷ കാണിച്ച് ചളോ ആക്കരുത്. എന്താണത്? ഒഴിയുടേതാണ്. നീ ഇരുന്ന് താനം ഒഴി. നല്ല പെണ്ണിനോട് കണ്ടു പെട്ടെന്ന് എടുത്തു. ആ ശോശാമ്മ ചേച്ചി വന്നതുകൊണ്ട് നമ്മളാ കുട്ടിച്ചന്റെ കാര്യം. അപ്പഴേ ഞാൻ പോയിട്ട് വരാം. അത് പറ്റില്ല. ഇന്ന് ഞാൻ ആദ്യം. ഇന്ന് ഞാൻ ആദ്യം. അവന്റെ ആഗ്രഹം. അപ്പൊ ഇനി വന്നിട്ട് ഓക്കെ. അടിപൊളിയാ. അതാണ് അവന്റെ ഗുണം. എങ്ങനെയുണ്ടല്ലോ? എങ്ങനെയുണ്ട്? ആദ്യം ഒരു പെഗ് ഒഴിയടെ. പോയപ്പോഴേ ഞാൻ വിചാരിച്ചു ചളാവും. എങ്ങനെ ഉണ്ടെന്ന്? എങ്ങനെ ഉണ്ടെന്നാ? അങ്ങനെ തന്നെയുണ്ട്. അവളൊന്ന് തൊടാൻ പോലും സമ്മതിക്കില്ലടാ. കാശ് കൊടുക്കാന്ന് പറഞ്ഞില്ലേ? കാശല്ല, ഇനിയിപ്പോ എന്തിനെ കൊടുക്കാന്ന് പറഞ്ഞാലും അവള് സമ്മതിക്കൂല. ഇനി വല്ല വട്ടി കസാനടാ. എന്താ പ്രയാസം ഉണ്ടാക്കുന്ന കാര്യം പറയല്ലേ. ഇനി ഞാനൊന്ന് പോയി നോക്കട്ടെ. ഞാൻ പോവാം. ഇവനെന്ത്? ഞാൻ പോവാം. അപ്പൊ ആശംസകൾ. വല നടക്കൂടെ? എവിടാ ഇതൊന്നും നടക്കാൻ പോണില്ല. അവന്മാർക്കൊന്നും അറിഞ്ഞൂടാ. വെറുതെ പ്രശ്നം ഉണ്ടാക്കരുത്. കക്കാത്തിനൊന്നും വേണ്ട. കൈ നിറയെ കാശ് തരും. ചരക്ക് കൊള്ളാലോ. നിന്റെ ഈ ഒളിച്ചുകളി കാണാനൊന്നുമല്ല ഈ പാതിരാത്രിക്ക് നെട്ടോട്ട് ഓടിയത്. ആ പോലീസുകാരന്മാരുടെ കൈ കിട്ടിയെങ്കിൽ നിന്റെ പ്രസവം വരെ നടന്നേനെ. ബലപ്രയോഗം എനിക്ക് ഇഷ്ടമുള്ള കാര്യം തന്നെയാണ്. പക്ഷെ അതിനിപ്പോ സമയമില്ല. വന്നേ, വരാൻ. ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. എന്താണ് നീ ഒന്നും മിണ്ടാത്തത്? നിനക്ക് നാക്കില്ലേ? നീ ഊമാണോ? പാടി. ഇത് നേരത്തെ പറഞ്ഞു തുളിച്ചൂടായിരുന്നോ? മച്ചമ്പി എങ്ങനെയുണ്ട്? അത് നടക്കൂലേ? ഇപ്പൊ എന്തായി? ഞാൻ പറഞ്ഞില്ലേ നടക്കൂലെന്ന്. നീ പിന്നെ അവിടെ എന്തെടുക്കായിരുന്നു? അത് നടക്കൂലേ? നീ ഇത്ര പിന്നെ അവിടെ അടയിരിക്കായിരുന്നോ? ഇവൻ നമ്പർ ഇടുന്നേ. നമ്പർ ഒന്നും അല്ല, നടക്കൂല. അത്ര നീ ആളെ വെറുതെ വടിയാക്കല്ലേ. കാര്യം കണ്ടു കഴിഞ്ഞപ്പോ ഒരുമാതിരി കാല് മാറല്. ഞങ്ങൾക്കറിയാൻ നിന്നെ. എനിക്ക് നേരത്തെ തന്നെ സംശയം തോന്നിയതാ. ഇവര് തമ്മിലുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റും നോട്ടവും നീ കണ്ടില്ല അളിയാ. പോട്ടലയാ സകല മൂടും പോയി. ഞങ്ങള് തയ്യാറല്ല അങ്ങനെ അങ്ങ് പോവാൻ. രണ്ടിലൊന്നും അറിയണം. അറിയാ ഒന്നുമില്ല, നടക്കൂല. പിന്നെ ഉറക്കോളിച്ച് ഓടിച്ചതേ അവക്ക് കാവലിരിക്കാനാ? നമ്മൾ വിചാരിച്ചതല്ല. ഓ, നിനക്കും തുടങ്ങിയോ സഹതാപം? മാറേ, ഞാനൊന്ന് നോക്കട്ടെ നടത്താൻ പറ്റുമോന്ന്. പറഞ്ഞ അനുസരിക്ക്. പിന്നെ നിന്റെ ചെലവിലാണല്ലോ ഞങ്ങള്. പറഞ്ഞ കേളടെ മാറാണ്. അവളൊരു പാവം പെണ്ണളിയാ. ഊമ
ഇപ്പൊ ഈ പാതിരയ്ക്ക് നമ്മൾ എന്ത് ചെയ്യും? രാവിലെ അങ്ങനെ പറഞ്ഞു വിടാം. ആ തങ്കോക്കിനെ വീട്ടിൽ കൊണ്ടാക്കാം. ചവിട്ട്. എല്ലാം കിടന്ന് ഉറങ്ങി. ഇനി അവരുടെ വാലിരിക്കണം, ഞാൻ കേൾക്കണം. കച്ചവടം നേരത്തെ കൂട്ടി. അക്കോ തങ്കമ്മക്ക, തങ്കമ്മക്കോ അക്ക. ആരാടാ അത്? അക്ക ഞാനാ ഉദയൻ. വാതിൽ തുറക്ക്. മുട്ട മുട്ട. എന്താടാ, നിനക്ക് വീട് മാറിപ്പോയോ? അക്ക ഒരു സഹായം ചെയ്യണം. ഈ നേരത്തെന്ത് സഹായം? എന്താ രാമു നിന്ന് വിറക്കണത്? കുളിരാണക്ക, പിന്നെ സുഖം തന്നെ ആണല്ലോ. അയ്യടാ, സുഖങ്ങൾ അന്വേഷിക്കാൻ കണ്ടൊരു നേരം. ഇവളേതാ ഉദയ? നീയും തുടങ്ങിയോ പരിപാടി? അക്ക ഇവിടെ അല്പം ദൂരെന്നാ. ഇന്ന് ഇവിടെ ഒന്ന് താമസിപ്പിക്കണം. നാളെ കാലത്ത് തന്നെ സ്ഥലം വിട്ടോളും. അയ്യേ, ഇവിടെ പറ്റില്ല. നീ നിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോ. അയ്യോ, വീട്ടിൽ കയറ്റിയ തള്ളയുടെ സ്വഭാവം നിങ്ങൾക്ക് അറിയാമല്ലോ. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? നീ ഇവിടുന്ന് ചാടിച്ചോണ്ട് വന്നിട്ട് എന്നെ കൊടുക്കാൻ നോക്കണ്ട. അക്ക ഇത് കേസ് വേറെ. വെളുപ്പാൻ കാലത്ത് വണ്ടി വിട്ടോളും. നീ എന്നെ കുഴക്കല്ലേ ഉദയ? അയ്യോ, അക്കനാണ് സത്യം. ഒരു കുഴപ്പം ഉണ്ടാവില്ല. വിളിക്കട്ടാ. വാ. വാ. അളയാ, നമുക്ക് രാവിലെ കാണാം. പിന്നെ അവള് കാലത്തെ പൊക്കല്ലോ. മറ്റേ പണി കാണിച്ചേക്കല്ലേ. ഒന്ന് പോടാ. വാ. അല്ലയാ, നാളെ കാണാം കേട്ടോ. എന്താണ് ചെയ്തത്? കാലമാണോ കിടന്ന് ചലക്കുന്നതല്ല, മണ്ട അടിച്ചു പൊട്ടിക്കും ഞാൻ ഇപ്പോ. പൊട്ടിക്കണ എണ്ണ കെട്ടവനെ. നേരം വെളുക്കും വിറകും റോഡ് കരകാൻ തെണ്ടി തിരിഞ്ഞ് പാതയ്ക്ക് മൂക്കുമുട്ട കള്ളും കുടിച്ച് കേറി വരും. തന്തയില്ല തള്ളാന്ന് കരുതി കുപ്പത്തൊട്ടിന്ന് എടുത്ത് വളർത്തി. വയസ്സാകാലത്ത് നാടി വെള്ളം കിട്ടില്ല എന്ന് കരുതി. അതിനെങ്ങനെ നേരെയാവാനാ? പാഞ്ഞാന്റെ വിത്ത് പറക്കില്ലേ? പറക്കും പറക്കും. നീ എന്തിനായിരുന്നു കുപ്പത്തൊട്ടിന്ന് എടുത്ത് വളർത്തിയത്? ഞാൻ അവിടെ കിടന്നങ്ങ് ചാവൂലായിരുന്നോ? നിനക്കുറച്ച് 5000 തൈലം വാങ്ങിച്ചോ? നിന്നെ കൊന്നുകൂടായിരുന്നോ? ഓടുവരുന്ന നാട്ടുകാരെ, കൂട്ടുകാരെ കൊല്ലണേ. ഓടുവരുന്നേ നാട്ടുകാരെ, കൂട്ടുകാരെ കൊല്ലണേ. ഈ പഴിച്ചവരെന്നെ കൊല്ലണേ. ഓടുവായോ കൊല്ലണേ. ആരോ എന്നെ തള്ളയെ പിഴപ്പിച്ച് നാട്ടിൽ സഹിക്കാൻ തരാണ്ട് അവളെന്റെ കുപ്പത്തൊട്ടിയിൽ പെട്ടിട്ട് അവള് പോയി. അല്ല, ആർക്കാ ചേതം? ഈ തെരുവിൽ ആരാ മാന്യൻ? എവളാ പിഴക്കാത്തവള്? ഇറങ്ങിനാ വാ, എനിക്കൊന്ന് കാണണം. മക്കള് വാ. എന്റെ മക്കള് കരയാതെ. അമ്മച്ചി വിഷമം കൊണ്ട് പറഞ്ഞതല്ലേ മക്കള്. എല്ലാവർക്കും വെറുപ്പാ. വെറുപ്പുള്ളവരോട് പോവാൻ പറ. മക്കൾക്ക് വിശക്കുന്നുണ്ടോ? വാ, അമ്മച്ചി ചോറ് തരാം. എണീക്കാം. കൈകൊട്ടുക.
മറഞ്ഞിരിക്കുന്ന നീട്ടി കാണിച്ചതോ? ഇല്ല, ബലിക്കാക്കൾ വരില്ല. ഞാൻ കൊന്നെന്നല്ലേ എല്ലാരും പറയണത്. ആ നായിന്റെ മോനെ കൊന്നിട്ടും നിന്റെ ആത്മാവിന് ശാന്തി കിട്ടിയില്ലേ? ഇല്ല, കിട്ടില്ല. ഓ ഉദയ, വാ. ഉദയ, ഓ, നിനക്ക് വല്ല വിവരം ഉണ്ടോടാ? ഇല്ലെന്നാ, കത്തൊന്നും വരാറില്ല. ആ, വരും. അവൻ വരും. എവിടെ പോകാൻ? ഈ ദിവസം അവന്റെ അമ്മ മരിച്ച നാള്. എല്ലാ വർഷവും അവനാണ് കർമ്മങ്ങൾ നടത്താറ്. വരും. എന്നെ അച്ഛനെന്ന് വിളിക്കാൻ അവന് നാണക്കേട്. ഞാൻ ഗുണ്ട, കൊലയാളി. അവനെന്തിനാ അത് നോക്കണത്? ഇവിടെ എന്താ കുറവ്? ഇഷ്ടത്തിന് പഠിപ്പിച്ചു, എഞ്ചിനീയറാക്കി. പോണോന്ന് തോന്നി, പോയി. പോട്ടെ. അല്ല, നീയും പോയിക്കോ. ശരി എന്നാ. അതെങ്ങനാ? സിമന്റ് ഒന്നും എത്തിയിട്ടില്ല. 1000 ചാക്കിന് പറഞ്ഞതാ. ഒരു ലോഡ് ഒരു ഇല്ലെങ്കിൽ എന്താ? ഉദയനും കൂട്ടിന് സന്നി എടുത്തിട്ട് അടിക്കുന്നു. കൊന്നതല്ല, വീണതാണ്. പോലീസ് വന്നിട്ടുണ്ട്. പോലീസ് താഴെ ഇരിക്കാൻ പറ. പിന്നെ നീ അകത്ത് പോ. എന്താ സാറേ? അണ്ണാ, ഉദയനാണ് കൊല ചെയ്തതെന്ന് ഞങ്ങൾക്കറിയാം. ഓഹോ, എല്ലാം നിങ്ങൾ തന്നെ അങ്ങ് തീരുമാനിച്ചു കഴിഞ്ഞു. ഉദയൻ ആരെയും കൊന്നിട്ടില്ല. അണ്ണാ, നിങ്ങളുടെ തണലിൽ ഉദയനും കൂട്ടരും കാണിച്ചു കൂട്ടുന്ന തെമ്മാടിത്തരത്തിന് അതിരില്ല. ഉദയന് വേണ്ടി മാത്രം ഒരു സ്റ്റേഷൻ പ്രവർത്തിപ്പിക്കേണ്ടിയിരിക്കുന്നു. അത്രത്തോളം പരാതികളുണ്ട്. സാക്ഷികളുള്ളതുകൊണ്ട് എനിക്ക് എന്റെ ജോലി നിർവഹിച്ചേ പറ്റൂ. സാറ് സാറിന്റെ ജോലി നിർവഹിച്ചോ? സാക്ഷികളുണ്ടെങ്കിൽ കൊണ്ടുപോവാ. സാക്ഷി ഞാനുണ്ട്. ഇവനയാളെ ഓടിച്ചിട്ട് കൊല്ലുന്നത് ഞാൻ കണ്ടതാണ്. സാറിന് തന്റെ കൊണ്ട് ഇവനെ അറസ്റ്റ് ചെയ്യാൻ ഏത് നീതിപീഠത്തിന് മുമ്പ് ഞാൻ വരാം. അച്ഛാ, ഒച്ച വയ്ക്കാതെ. ഇതാ നിൽക്കുന്നു കൽപ്പന കാത്തു നിൽക്കുന്ന ആരാച്ചാർ. ഒട്ടുപോകരുതോനെ. ഒരുത്തനൊരു കള്ളസാക്ഷി പറഞ്ഞെന്ന് കരുതി അതിൽ കടിച്ചു തൂങ്ങി നിയമം നടത്താൻ തനിക്കാവുമോ? ഞാൻ കണ്ടതാണ് പറഞ്ഞത്. ടെറസിന് മുകളിലൂടെ അയാളെ വിരട്ടി ഓടിക്കുന്നതും അയാളെ വീണ് മരിക്കുന്നത് ഞാൻ കണ്ടതാണ്. അപ്പൊ കൊന്നതല്ല, വീണു മരിച്ചതാണ്. സാറേ, ഇങ്ങനത്തെ മൊഴി പ്രകാരം ഉദയനെ ഇവിടുന്ന് കൊണ്ടുപോയാൽ... അണ്ണാ, സോറി ഫോർ ദ ട്രബിൾ. എന്താടാ കരുതിയത്? നീ പറഞ്ഞവനെ അങ്ങ് തൂക്കാൻ വിധിക്കോ? തെറ്റ് ചെയ്തവർ ശിക്ഷ അനുഭവിച്ചേ പറ്റൂ. ഓ,
ഇന്ത്യൻ പീനൽ കോഡ് എഴുതി ഉണ്ടാക്കിയത് നീയാണല്ലോ. എടാ, പഠിപ്പിച്ച് എഞ്ചിനീയർ ആക്കിയത് തന്തയ്ക്ക് കുഴിതോണ്ടാനല്ല. തെറ്റ് ചെയ്യുന്നവരൊക്കെ എന്റെ കണ്ണിൽ കുറ്റവാളികളാണ്. ആണോ? എങ്കിൽ ഇവൻ ചെയ്തതാണ് ശരി. ചതിക്ക് ചതി. അതിന് നിങ്ങൾ കോടതിയൊന്നുമല്ലല്ലോ. അതേടാ, ഇവിടെ ഞാനാണ് കോടതി. ഞാൻ പറയുന്നതാണ് നിയമം. അച്ഛാ, കൊള്ളയും കൊലയും നടത്തി എന്നും വാഴാമെന്ന് കരുതണ്ട. എന്തിനിങ്ങനെ പാവം ചെയ്യുന്നു? എത്ര കുടുംബങ്ങളെ നിങ്ങൾ അനാഥമാക്കി. പെറ്റമ്മയെ കഴുത്തറുത്ത് കൊല്ലുന്നത് നോക്കി നിൽക്കേണ്ട ഗതികളുന്ന മകനാണ് ഞാൻ. നോക്ക്, നിങ്ങൾ ചെയ്ത പാപത്തിന്റെ ഫലം മതിയാക്കച്ച. ഇനിയെങ്കിലും ഉദയ, നിനക്കെന്നോട് വെറുപ്പുണ്ടോ? മടുത്തു. എത്ര നാളിങ്ങനെ സഹിക്കും? ആലോചിച്ചിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല. നീ ആര്? രാജാണന്റെ മോൻ. രാജകലയല്ലേ മുഖത്ത് തിളങ്ങണത്. ഞാനാണെങ്കിൽ ഒന്ന് വിലസേനെ. നിനക്കെന്തറിയാം? ആരായി രാജണ്ണൻ? രാജാവ്, അധികാരത്തിന്റെ കരുത്തിന്റെ രാജാവ്. രാജാവ്, കള്ളന്മാരുടെ രാജാവ്, കൊലപാതകളുടെ രാജാവ്. വയസ്സ് 19 കാലൊന്ന് കുഴയട്ടെ, അപ്പോ കാണാം കൂടെ ചിരിച്ചോണ്ട് നിൽക്കുന്നവനൊക്കെ കടിച്ചു കീറുന്നത്. സേതു, നീ എന്താണ് ഈ പറയുന്നത്? സത്യമാടാ. നീ അടക്കമുള്ള ഏറാമൂളികളുണ്ടല്ലോ, അണ്ണന്റെ പാരമ്പര്യം നിലനിർത്താൻ രക്തം ചിന്തുന്നവർ. നിനക്കൊന്നും തെരുവ് പട്ടികളുടെ വില പോലും ഇല്ലടാ ഈ സമൂഹത്തിൽ. വേണ്ടടാ വേണ്ട. നീ ഉദ്ദേശിച്ച ഈ സമൂഹം ഉണ്ടല്ലോ, അതിന്റെ ചുടലക്കളമാണ്. അവിടെ ഞാൻ ചോരപ്പുഴ ഒഴുക്കും. അങ്ങനെ ഒരു ദിവസം എനിക്കും രാജാവാകണം. ഈ സമൂഹത്തോട് വിളിച്ചു പറയണം, ഞാനൊരു അസുരവത്തല്ലെന്ന്. ആവേശം കൊള്ളാം, പക്ഷേ മറ്റൊരു രാജണ്ണനാവാൻ ശ്രമിക്കണ്ട. നിനക്കതിന് കഴിയില്ല. നിന്നെ പോലെ ഞാൻ പഠിച്ചവനല്ല. പക്ഷെ ഭൂതകാലം നിന്നേക്കാൾ ഭീകരമാണ് എനിക്ക്. മുലപ്പാലിന് പകരം ഓടയിലെ എച്ചിൽ വെള്ളമാണ് നുറഞ്ഞിറക്കിയത്. ഞാൻ കേട്ട താരാട്ടിന്റെ ഈണത്ത് പോലും പരിഹാസങ്ങൾ ഉണ്ടായിരുന്നടാ. ഒരു കണക്കിന് ഞാനും വാഴുകാനിവിടെ. നാളെക്കുറിച്ച് ഉൾക്കണ്ടല്ല. മനസ്സിലൊരു മോഹന സ്വപ്നവുമില്ല. അത്രയും നല്ലത്. പക്ഷേ കാലം മാറുന്നത് കണ്ടില്ല എന്നടിക്കരുത്. നീ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. നിനക്ക് മനസ്സിലാവില്ല, ആർക്കും. ഒരു കാര്യം പറയാനാ വന്നത്. വെട്ടും കുത്തും കുരയും കണ്ടും മടുത്തു. അധോലോക നായകന്റെ മകനെന്ന ഖ്യാതി വേണ്ട. ചോരക്കര പുരണ്ട ഈ സമ്പത്തും വേണ്ട. പോണം എങ്ങോട്ടെങ്കിലും. ഉദയ, ഒന്നു മാത്രം പറയുന്നു, എന്നും ഓർമ്മയിലുണ്ടാകും. കഴിഞ്ഞ കാലം നമ്മളൊന്ന് ചിണങ്ങിയും പിണങ്ങിയും കഴിഞ്ഞ നാളുകൾ എന്നും. എവിടെ നോക്കിയാ തന്തയില്ല തന്നെ ഓടുന്നത്? ആരുടെ നെഞ്ചത്തോട്ട് കയറാനാ? ഓ, ആരോടെ തൊന്തയില്ലാത്തവൻ? ഇവനോ നീയോ? നിനക്കറിയോടാ എന്റെ തന്തായിരുന്നു? എന്റെ തള്ളക്കറിയോടാ? പോടാ. മക്കൾ പേടിച്ച മക്കൾക്ക് മുട്ടായി വാങ്ങിച്ചു തരാമേ. അറിയാതെ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് റോട്ടിൽ നിന്ന് ഇറങ്ങി നടക്കരുതെന്ന്. ആഹാ, നീ ഇതുവരെ പോയില്ലേ? എന്തിന് എന്തിന് പറയണത്? ഓഹോ, അതാണ് കാര്യം. മക്കളെ കാലത്തൊരു സ്ഥലം വിടാൻ പറഞ്ഞല്ലേ? ഇപ്പൊ നമുക്ക് ജോലി ഉണ്ടാക്കി വെച്ചല്ലേ? ഇത്ര തന്നെ ഇവിടെ നിരന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ വേണം. എടാ, മേലാൽ ഇവിടെ കണ്ടുവരുത്. കണ്ടോ എന്റെ കാലിൽ ഞാൻ വിട്ടും. ഉദയ, എനിക്ക് അറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്കുക. നീ എന്ത് ഭാവിച്ചോണ്ടാ? നാല് കാശ് കിട്ടണത് ഇല്ലാണ്ടാക്ക നീ. അക്ക എല്ലാം ശരിയാവും. നീ ഒന്നും പറയണ്ട. ആ നേതാവിന്റെ ദയോണ്ടാ ഇവിടെ പോലീസ് കഴിഞ്ഞു വരാത്ത. ഇനി എന്തൊക്കെ അപകടങ്ങളാ. ഇവിടെ ഒരുത്തനും ഒരു പുല്ലും ചെയ്യാൻ പോണില്ല. അക്ക ധൈര്യം. ചക്കാത്തിനൊന്നും ഇവിടെ ആരും കഴിയാൻ നോക്കണ്ട. ജോലി ചെയ്യണം. അല്ലെ ഇവിടെ വിളിച്ചോണ്ട് നിന്റെ പാട്ടിന് പോ. അക്ക തിടുക്കം കൂട്ടിയാൽ എങ്ങനെയാ? ഇപ്പൊ തന്നെ ഡിമാൻഡ് കൂടിയതുണ്ടല്ലേ? കുറെ ദിവസം കഴിഞ്ഞ് വരുമ്പോ വഴിക്ക് വരും. ഇതൊക്കെ ഞാൻ അങ്ങോട്ട് പറഞ്ഞു തരണോ? അതുവരെ കഴിയാനുള്ള ചെലവ് ഞാൻ തരാം. പോരെ? മോളങ്ങത്തോട്ട് ചെല്ല്. വാ വാ, ഇനി എങ്ങനെ നല്ല ബുദ്ധി കാണിക്കണം.
നമസ്കാരം സുഹൃത്തുക്കളെ. പ്രതിപക്ഷം മുഴുവൻ നേരത്തെ എത്തിയോ? ഞങ്ങൾക്കിപ്പോ പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ലല്ലോ. നിയമസഭയിൽ ഇടയ്ക്ക് ഒരു വാക്കൗട്ട്, ബന്ദ് കഴിഞ്ഞു. പിന്നെ കാത്തിരിപ്പാ. ആട്ടെ, എവിടെ പോയി നമ്മുടെ രാജാധിരാജൻ? ക്ഷേത്ര ദർശനത്തിലാണ്. നേരം എത്രയായിരുന്നു ഈ കാത്തിരിപ്പ് തുടങ്ങിയിട്ട്. യവനെയൊക്കെ താങ്ങേണ്ട ഗതികേട് ഓർക്കുമ്പോ ഈ രാഷ്ട്രീയം ഉപേക്ഷിച്ചാലോ തോന്നിപ്പോവാ. അയ്യോ, അത് വേണ്ട, ജനങ്ങൾ കഷ്ടത്തിലാവും. അഴിമതി നിയന്ത്രണം നിങ്ങളുടെ കയ്യിലല്ലേ ഇരിക്കുന്നത്? അത് ഞങ്ങളെ ഒന്ന് ഇരുത്തിയതാണല്ലോ. അഴിമതി ആരോപണം ഞങ്ങൾ കുത്തിപ്പൊക്കിയതല്ല, നിങ്ങളുടെ പാർട്ടിയിലെ ഗ്രൂപ്പുകാർ തന്നെ. അബ്കാരി ബിസിനസ് ചക്കരക്കുടവല്ലേ, കൈയിട്ടവനൊക്കെ നക്കും. ആ പിന്നെ തരാവാതാവുമ്പോ പേകളാകും. ആ അത് നേരാ. 1.5 വർഷം കൊണ്ട് സംസ്ഥാനത്തിന് 200 കോടിയാ നഷ്ടം. പുളുത്തി 4.5 കൊല്ലം കിടന്ന് കളിച്ചില്ലേ? എവിടെ പോയി 9,000 കോടി? ദേ സ്വന്തം മന്ത് മണലിൽ താഴ്ത്തിയിട്ട് സംസാരിക്കല്ലേ രാമൻകുട്ടി സഖാവേ. അതെങ്ങനെയാ നേരെയാവുക? പ്രതിപക്ഷം എന്നാൽ അന്നം മുടക്കിന്നല്ലേ അർത്ഥം. റെയ്ഡ് ഒരല്പം കൂടിപ്പോയി. രാജാവ് കോപിച്ചിരിക്കുക. പ്രജകളെ മാനിച്ചില്ലെങ്കില് കിരീടം താഴെയാ, രാജാവ് ലോകകപ്പിലും. നിങ്ങൾ കാണിക്കാത്ത നട്ടല് ഞാൻ കാണിച്ചു, അത്രേ ഉള്ളൂ. പാർട്ടിക്കാരൊക്കെ എത്തിയിട്ടുണ്ട്. പോകുമ്പോ വിളിപ്പിച്ചത് എന്തിനാണെന്ന് പറഞ്ഞാൽ അല്പ തിരക്കുണ്ട്. വെള്ളപ്പൊക്കത്തിൽ തകർന്ന പാലം പുതുക്കി പണിതതിന്റെ ഉദ്ഘാടനം ഇന്നാണ്. തിരക്ക് കൂട്ടാതോ പഠിക്കരെ. താൻ തന്റെ പാലം ഉദ്ഘാടനം ചെയ്യുന്നതും പ്രതിച്ഛായ നന്നാക്കുന്നതും ഒക്കെ എന്റെ നെഞ്ചത്ത് ചവിട്ടിയുന്നുണ്ടല്ലേ. അല്പം കൂടി ക്ഷമിക്ക്. വല്ലാതങ്ങ് ചിരിച്ചു കുഴയല്ലേ സഖാവേ. പെടലി ഉളുക്കും. കഴിഞ്ഞ തവണ ഭരിച്ചു മുടിച്ചപ്പം ഇളുത്തി വാങ്ങിയതല്ലേ. നിങ്ങളുടെ തെറ്റുകൾ അറിഞ്ഞുകൊണ്ട് സഹായിച്ചവരാണ് ഞങ്ങൾ. വിളിച്ചു വരുത്തിയിട്ട് അപമാനിക്കരുത്. തനിക്കങ്ങ് സഹിക്കുന്നില്ല അല്ലേ? ഭരണകക്ഷിയും പ്രതിപക്ഷവും ചേർന്നുള്ള ഒത്തുകളി എന്റെ അടുത്ത് വേണ്ട. എന്നെ ഒതുക്കാനാണ് ഭാവമെങ്കിൽ കുടിച്ച വെള്ളം ഞാൻ കക്കിക്കും. ഇന്നിനി സംസാരിച്ചാൽ നമ്മൾ എവിടെയും എത്തില്ല. വെറുതെ പിണങ്ങി പിരിയേണ്ടി വരും. പണിക്കരെ, തീർന്നില്ല. വാളയാറിലും വയനാട്ടിലും നാഗർകോവിലുമായി 12 ലോറി സ്പിരിറ്റാണ് ഒറ്റയടിക്ക് പിടിച്ചത്. നഷ്ടം എത്രയാണെന്ന് തനിക്കറിയോ? സ്പിരിറ്റ് ലോറി പിടിച്ചത് മനഃപൂർവ്വമല്ല, ചെക്ക് പോസ്റ്റ് നിൽക്കുന്ന പോലീസുകാരുടെ കൈപ്പിഴ കൊണ്ട് പറ്റിപ്പോയതാ. മന്ത്രിമന്ദിരം തൊട്ട് അടിച്ചുതളിക്കാരന് വരെ പടി കൊടുത്തിട്ടും കൈപ്പിഴയോ? വേണ്ട വേണ്ട പണിക്കരെ, എന്നോട് കളിക്കരുത്. ഞാനൊന്ന് മനസ്സ് വെച്ചാൽ താനൊന്നും പിന്നെ ഈ ജന്മത്ത് മന്ത്രി കസേര കാണില്ല. ഇരിക്കൂ. വേണ്ട. ഇരുകൂട്ടരെ ഒന്നിച്ചു വിളിച്ചത് എന്റെ പേരും പറഞ്ഞ് ആരും പാർട്ടി നന്നാക്കണ്ടെന്ന് പറയാനാ. എന്റെ മുമ്പിൽ കൈനീട്ടി യാചിക്കാത്തവൻ വരുമ്പോ ഞാൻ കീഴടങ്ങും. ഒരൊറ്റ റെയ്ഡ് പോലും നടക്കാൻ പാടില്ല. ഇതെന്റെ ആജ്ഞയാണ്. അനുസരിച്ചില്ലെങ്കിൽ ഇടിവെട്ട് നടക്കും. ഹലോ, കലവൊക്കെയായിട്ട് എങ്ങോട്ട്? നിർത്ത്. അത് ശരി, നീ ഇവിടെ ഇരിക്കരുതാ. ഞാനിത് എവിടെ എല്ലാം തിരക്കി. അല്ലെ എന്ത് ഒന്നും പറയണ്ടല്ലേ. വാ, സിറ്റിയിൽ അണ്ണന്റെ പടം കളിക്കുന്നത്. ഏതെന്നെ? ഏതാണെന്നാ? രജനി അല്ലാതാര്? പടം എന്തൊരു അണ്ണാമലയുടെ. വാ ഇറങ്ങ. ഇന്നിന് വയ്യടേ. മച്ചാൻ നീ മുടക്കം പറയല്ലേ. ഇന്നത്തെ കംപ്ലീറ്റ് ചെലവന്റെയാ. വാ വാടേ. വണ്ടി വിട്. നേരെ ഗീതയിലോട്ട് വിട്ടു. അണ്ണാ, ആൻ്റപ്പൻ. അണ്ണാ, ഓടിക്കോ.
തല്ലി കൊന്നേ. അയ്യോ അയ്യോ എടി തങ്കമ്മേ, എന്റെ മോനെ അവര് തല്ലി കൊന്നടിയേ. കുഴപ്പമൊന്നുമില്ല, ആശുപത്രിയിലാക്കിയിട്ടുണ്ട്. കുറച്ച് രക്തം വേണം. ഓ നെഗറ്റീവ്. മോനെ എന്റെ രക്തം നിങ്ങൾക്ക് എവിടെ രക്തം? ഓ നെഗറ്റീവ് കിട്ടാൻ ഇത്തിരി വിഷമോ? അല്ലെ കോളനിയിൽ ഇത്ര ആളുണ്ടായിട്ടും ആർക്കും രക്തല്ലേ? നമ്മുടെ പിള്ളേർക്ക് നോക്കിയാലോ? അത് വേണോ? ഇനി വേറെ വല്ല സൂക്കേടും കൂടി അത് നിങ്ങളത് കൊടുക്കാതിരുന്നിട്ടാ മതി. അപ്പൊ നമുക്ക് രണ്ടുപേർക്കും കൊടുക്കണ്ട. ഒന്ന് പോയേ. തങ്കമ്മേ, എന്റെ മോനെ അവര് കൊന്നടിയേ. കരയണ്ട. അറിയാതിരിക്കും വെള്ളത്തി. നമുക്ക് എന്തെങ്കിലുമൊക്കെ വഴി ഉണ്ടാക്കാം. മോളെ ഉദയൻ അവര് കൊന്നടി മോളെ. നീ ഇങ്ങോട്ട് വാ, നിനക്ക് ആ ഭാഷ മനസ്സിലാവും. ഞാൻ പറഞ്ഞുതരാം. ആൻഡപ്പൻ ആൻഡപ്പൻ അവനെ ഇവരെ മകനില്ലേ ഉദയൻ, ഉദയനെ കത്തിയോണ്ട് വെട്ടിയിട്ട് ആസ്പത്രിയില്ലേ അവിടെ ഒരു ചോര വേണം. ചോര, ബ്ലഡ് വേണം. ഓ ഓ അല്ലേ? നെഗറ്റീവ് അത് വേണം. അല്ല രക്ഷപ്പെട്ടു. ഓളത്ത് അതാണ് ഉള്ളത്. എന്നാ ഇനി സമയം കണ്ട വേഗം വരി പോവാ. ഇത് ചെയ്തതാരാ? ആന്റപ്പൻ. അവനിപ്പോ എവിടെയുണ്ട്? പേരൂക്കര പോലീസ് സ്റ്റേഷനിലെ ലോക്കപ്പിലാണ്. അവിടുത്തെ SI ആരാ? പ്രസാദ്. കറക്ക്. ഹലോ, SI അല്ലേ? ഒരു നിമിഷം. ഹലോ, SI സ്പീക്കിംഗ്. അവനവിടെ ഉണ്ടോ? സ്വയം ഹാജരായതാണ്. കരുതിക്കുട്ടിയുള്ള സംഘചേരലിനും വധശ്രമത്തിനും ഞാൻ കേസ് ചാർജ് ചെയ്തിട്ടുണ്ട്. എന്തൊരു ചാർജ് സാറേ? വിട്. അവനെനിക്കൊന്ന് വേണം. അവനെ ഞാൻ കൈകാര്യം ചെയ്തോളാം. അയ്യോ അണ്ണാ, ഉദയന്റെ സ്റ്റേറ്റ്മെന്റ് എഴുതി വാങ്ങിയിട്ടുണ്ട്. ഉദയന് കേസില്ല. പക്ഷെ നാളെ രാവിലെ 11 മണിക്ക് കോടതിയിൽ ഹാജരാക്കുന്നുണ്ട്. ഓഹോ, ശരി, പോട്ട്. ഒരു കാര്യം ഇത് കൊണ്ടുപോയി കൊടുക്ക്. ചെല്ലേ. ഉദയ, കിടന്നോ. ആ പെണ്ണാര്? സുകന്യ. ഇവളാണ് ഉദയൻ രക്തം കൊടുത്തത്. ആരായാലെന്താ, ഉപകരിച്ചല്ലോ. നല്ല പെണ്ണ. എങ്ങനെയുണ്ടോ വേദന? നല്ല വേദന ഉണ്ടെന്നാ. സാരമില്ല, ഇത് വെച്ചോ. എവിടെ പോയിരുന്നു വെള്ളച്ചി? ഞാൻ ചന്ത വരെ ഒന്ന് പോയിരുന്നു. അവനെ പ്രത്യേകം ശ്രദ്ധിക്കണം. അതെന്താ അണ്ണനെ അങ്ങനെ പറഞ്ഞത്? ഇത്രയും കാലം ഈ വെള്ളച്ചി നോക്കില്ലെന്നാണ്.
സുഖാണോ? സുഖം തന്നെ. എന്താണ് സുഖാണോ? ആ നമസ്കാരം അണ്ണ. നമ്മളൊന്നും വേണ്ട. മാറി അങ്ങോട്ട് വണ്ടി പോട്ടെ. നീ ആരായാലെന്താ, ഉപകരിച്ചല്ലോ. നല്ല പെണ്ണ്. ഇവന് തലയ്ക്ക് വല്ല അടിയും പറ്റുമോ? എന്തു പറ്റി മക്കളെ? ഞൊട്ട പൊട്ടിച്ചതാ. ഈ നേരമില്ലാത്ത നേരത്ത് ഇങ്ങനെ വേണ്ടാത്ത ഒന്നും പൊട്ടിക്കല്ലേ എന്റെ ഉദയ. എന്റെ ആൽത്തറമ്മച്ചി എന്റെ മോന് നല്ലത് വരുത്തണേ. ഇക്കാലത്ത് ഞാഞ്ഞൂടിനും വിഷം. അണ്ണം പൊറുക്കണം. ഒരബദ്ധം പറ്റിയതാണ്. അവനെ ഒന്നും ചെയ്യരുത്. അബ്ദു, തോളി കൈയിട്ട് നടന്നിട്ട് ചതിക്കുന്നത് പാപം. ഇത്തവണത്തേക്ക് മാപ്പാക്കണം. കൊല്ലരുത്. നീ എത്ര കൊല്ലം എന്റെ കൂടെ നിൽക്കുന്നു? നീ എന്നെ ചതിച്ചിട്ടുണ്ടോ? ഇപ്പോഴത്തെ പിള്ളേർക്ക് ഒന്നും അറിയില്ല. ഇവനൊന്നും ശരിയല്ല. അണ്ണ, എന്റെ ഒരേ ഒരു മകനാണ്. അവനല്ലാതെ എനിക്ക് ആരുമില്ല. ആ, അത് ശരിയാ. അവൻ പോയാൽ നിനക്ക് ആരുമില്ല. നീ ബാങ്കിൽ പോയിട്ട് വാ. ഇനി ഇങ്ങനത്തെ തെറ്റ് ആവർത്തിക്കാൻ പാടില്ല. സക്കീറോടെ അകത്തുണ്ട്. സക്കീറേ, എന്റെ ബാപ്പയില്ലേ അബ്ദു, അവൻ പാവമാണ്. എന്റെ ഏറ്റവും വിശ്വസ്തനായ കൂട്ടുകാരൻ. എന്റെ കൈ വെട്ടുന്നത് തടുത്തപ്പോഴാണ് അവന്റെ കൈ പോയത്. പക്ഷേ നീ ചതിയനാണ്. ഉദയം നീ എന്തിനു ചതിച്ചു? ആന്റപ്പന് കുരുതി കൊടുക്കാൻ എന്തിനു കൊണ്ടുപോയി? പറയണോ നായേ? പൊറുക്കണം. ചെയ്യില്ല. ഇതൊന്നും ചെയ്യരുത്. ചതിക്ക് ചതി. നീ ജീവിച്ചിരിക്കാൻ പാടില്ല. കൊണ്ടുപോ.
പേടിച്ചു നിന്നെ ഞാൻ താലി കേട്ടെ. ഉദയ, നിന്നോടാണ് വരാൻ പറഞ്ഞു. എനിക്ക് സുഖമില്ലെന്ന് പറഞ്ഞോടായിരുന്നോ? അസുഖം എല്ലാവർക്കും പിടിയിട്ടേ വാ. എന്താടേ, കുറവുണ്ടോ? കൊറോണ ഇവിടെ ആരൊക്കെ പറയുന്നത് കേട്ടു. നീ ഏതോ പെണ്ണിനെ വിളിച്ചു വെച്ചേക്കണമെന്നോ, ചെലവിന് കൊടുക്കണമെന്നോ, നിന്റെ പണമൊക്കെ അവൾ ഊറ്റുന്നെന്നോ. നേരാണോ? കൊള്ളാമോടാ. ഒരു കാര്യം ചെയ്, കാശ് എത്ര വേണമെങ്കിലും തരാം, കൂട്ടിക്കൊണ്ടുവാ. അണ്ണൻ തരുന്നതിന്റെ ഇരട്ടി കാശ് തന്ന രാജമാക്കൻ എനിക്ക് വിട്ടുവരുമായിരുന്ന. ആയേ, എന്തു പറഞ്ഞടാ? അവൾ ആര്? രാജമന്ത്രിക്ക് ആര്? അമ്മ. ഇന്നലെ വന്നൊരു ചെറ്റയ്ക്ക് വേണ്ടി നീ എന്തും പറയും. വെട്ടി നുറുക്കും ഞാൻ. ഓടാ. എന്തു പറ്റിയടാ നിനക്ക്? അവൾ വല്ല കൈവശം തന്നു? എനിക്കറിയില്ലെന്ന് മനസ്സിലൊരു വിങ്ങല്. എന്താണ് ഇതിന്റെയൊക്കെ അർത്ഥം? തന്തയാര് തള്ളയാരെന്നറിയാത്ത എനിക്ക് ആശിക്കാൻ ഒന്നുമില്ലായിരുന്നു. സ്വന്തം ബന്ധം ഇല്ലാത്ത എനിക്ക് രക്തം നിന്ന് അവൾ അകന്നു നിൽക്കുമ്പോ. പ്രേമം, ഇതിന്റെ പേരാണ് പ്രേമം. നീ അവളെ കെട്ടുവടാ. അത്രയ്ക്ക് ഇഷ്ടമാണെങ്കിൽ കെട്ടടാ, കെട്ട്. ഞാനുണ്ട്. ചേരിയിലുള്ളവർക്കെല്ലാം ചോറിടാം, കല്യാണം ഗംഭീരാക്കാം. എന്താ പോരെ? ബാക്കി വെച്ചോ. അവളോട് വല്ല കോളും അടിച്ചോടാ. സന്തോഷത്തിലാണല്ലോ. വിളിയൊക്കെ ഒരുമാതിരി കളിക്കാതെ ചന്തയിൽ പോയിരിക്കുക. എന്തിനാക്ക അവളെ ചന്ത വിട്ടത്? ഓ പിന്നെ, ചന്ത വരെ പോയിന്ന് കരുതി അവൾ ആരെയും പിടിച്ച് വിഴുങ്ങോ? തനിയെ ഇവിടെ ഉണ്ടായിരുന്നു. ചന്ത അങ്ങ് ദൂരെയൊന്നും അല്ലല്ലോ. ദേവ് മലക്കരക്ക് പോയപ്പോ കൂട്ടത്തിൽ വിട്ടതാ. അവള് നല്ല വല്ലതും കൊടുത്തയക്കും. നിനക്കെന്താടാ ഇത്ര വെപ്രാളം? ഒന്നുമില്ല. നീ എന്തോ മറക്കുന്നുണ്ട്. അങ്കിളാക്കന്റെ അടുത്ത് വെള്ളത്തിൽ വേണ്ട കേട്ടോ. 100 പച്ചമുളക് പഴത്രയ്ക്ക് തന്നെ. അബ്ദുക്ക് എവിടെയായിരുന്നു? മനസ്സ് മടുക്കുമ്പോ കാണാതിരിക്കുന്ന ആ കുട്ടി നല്ലത്. ആ സംഭവത്തിൽ എനിക്ക് ദുഃഖമുണ്ട്. സക്കീർ നിന്നോട് ചെയ്തത് തെറ്റ് തന്നെയാ. മനസ്സിലൊരു മോഹം ഉണ്ടായിരുന്നു, അവനെയെങ്കിലും ഈ വഴിയിൽ നിന്ന് പിന്തിരിപ്പിക്കണമെന്ന്. കഴിഞ്ഞില്ല. ഒരുപാട് പാപം ചെയ്തിട്ടുള്ളവനാ അബ്ദു. ഒന്നും നേടിയില്ല. പോണേന് മുമ്പ് നിന്നെ ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു. അതിനുവേണ്ടിയാ വിളിച്ചു നടന്നത്.
വൈകുന്നേരം വെള്ളം അടിച്ചിട്ട് എന്താണ് പറഞ്ഞതെന്ന് നിനക്ക് തന്നെ ഓർമ്മയില്ല. ബോധം വേണോടാ. അതെ. ഇല്ലാത്ത കാര്യമില്ല. രാജൻ ഒന്നാരാ? വിളിക്കാം. അണ്ണനെ കാണാനാണോ? അവനും വരണം. അങ്ങനെ. ഹലോ ഹലോ, ആരാ? ആരാ? ആ ഓക്കെ. ഓക്കെ. അണ്ണാ, താഴെ ആരോ ചില കാണാൻ വന്നിരിക്കുന്നു. ആരാ? കണ്ടിട്ട് ഇവിടെയുള്ള കേസല്ല, ദൂരേന്നാ. ഓ നമുക്ക് കളിക്കാം. ഹലോ. నమస్కారం. నమస్కారం. అన్న మేము వచ్చింది ఎందుకో తెలుసా? రే ఆయనకి తెలుగు తెలియదు, తమిళ్లో చెప్పు. చాలే అన్న, உங்களுக்கு தமிழ் தெரியுமா? കുറച്ച് കൊഞ്ചം കൊഞ്ചം തെരിയും. நம்ம பொண்ணு விஷயத்துக்காக நாங்க இங்க வந்தோம். പൊണ്ണു വിഷയമാ? ఏది పొన్ను? நம்ம பொண்ணு. నువ్వు ఉండవయ్యా, నేను చెప్తాను. అన్నా, తప్పా நினைச்சிடாதீங்க. உங்க ஊர்ல புதுசா ஒரு பொண்ணு வரல, സുകന്യ. അത് എങ്ക പൊണ്ണു. രാമു. അണ്ണാ, തങ്കുവക്കന്റെ അവിടെ ഉദയം നിർത്തിയിരിക്കുന്ന പെണ്ണാണത്. ശരി ശരി, തെരിയും. അത് നിന്റെ ഉങ്ക പെണ്ണാ? ஆமா அண்ணா, நான் பெத்த பொண்ணுதா. அவளொரு பைத்தியக்காரி பொண்ணு. சின்ன கலாட்டா பண்ணிக்கிட்டு ஊரு விட்டு வந்தா. அண்ணா, உங்க சேரியில ஒரு ரவுடி பையா எங்க பொண்ணு புடிச்சு வச்சிருக்கா. கெஞ்சி கேட்டோம், விடமாட்டான்னு சொல்றா. அண்ணா, என் பொண்ணு எனக்கு திருப்பி வேணும். நீங்க தான் உதவி செய்யணும். ആ പൊണ്ണ് നിന്റെ മകള്. നീ റൗഡിയെന്ന് പറഞ്ഞില്ലേ? അല്ല, റൗഡിയെന്ന് ചൊല്ലല്ലേ? നല്ല പയ്യൻ. ഈ ആഴ്ച അല്ല, இந்த வாரம் அந்த பையனுக்கும் அவளுக்கும் விவாகம். அல்ல, கல்யாணம் நடக்கிறேன். நீ அம்மாவா இருந்தா இந்த கல்யாணத்தை முடிச்சு ஆசீர்வாதப்படுங்க. ஒரு தேவடோ, எங்க பொண்ணு கல்யாணம் வச்சு சார். உண்மைதா, கடவுள சத்தியமா கல்யாணம் வச்சு. நாங்க பரம்பரையா தேவதாசிங்க. శెట్టి గారు, పిల్ల కొత్త, జాగ్రత్తగా చూసుకోండి. ఏం పర్లేదు. అడ్డొచ్చావా, ప్రాణాలు పోతాయి. వండే కదా అలా పెట్టుకుంటే ఎలా వండే కదా ఓరో పులివాలు ഉണ്ടാക്കി നീ എന്താ ആകെ മൂഡ് ഓഫ് ആയിരിക്കുന്നത്? പാവമോ പെണ്ണ്, എന്തോ എന്റെ മനസ്സിൽ നിന്ന് പോകുന്നില്ല. എടാ, ഇത് ദേവദാസികളാ. എന്ന് വെച്ചാ ദേവന്മാരുടെ ദാസികൾ. അതായത് ആ പെൺകുട്ടി ഉണ്ടല്ലോ, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ബലിയാട്. തെളിച്ചു പറഞ്ഞാൽ
ദേവദാസി കുടുംബത്തിൽ ജനിക്കുന്ന പെൺകുട്ടികൾ ഋതുമതിയായാൽ ദേവന് സമർപ്പിക്കണം. ദൈവത്തിന്റെ പ്രതിപുരുഷനായ പൂജാരിയുടെ പൂജ കഴിഞ്ഞാൽ പിന്നെ അവൾ നാടിന്റെ സ്വത്താണല്ലോ. കയ്യിൽ കായുണ്ടെന്ന് മാത്രം. പ്രോസ്റ്റിറ്റ്യൂഷൻ ആ കുട്ടിയുടെ ജീവിതം നശിക്കില്ലേ? എടാ, അത് ഇവിടുത്തെ കഷ്ടമാണ്, കുലത്തൊഴിൽ. അതുവഴി അവള് രക്ഷപ്പെടുക. എന്തൊരു ദുരാചാരം എന്ന് നിനക്കിപ്പോ തോന്നും. ആദ്യം എനിക്കും അങ്ങനെയൊക്കെ തോന്നിയതാ. കയ്യൂക്കുള്ളവനിവിടെ എന്തു ആകാം. എറിയാൻ അല്പം ദുഡ് വേണമെന്ന് മാത്രം. എന്നാലും ഇത് ഒരു പുല്ലുമില്ല. നീ പോയിട്ടില്ലല്ലോ. ദേവസുന്ദരികളാണ്. സ്ത്രീ സൗന്ദര്യത്തിന്റെ 7 നിറങ്ങൾ നിനക്കവിടെ കാണാം. ജനിക്കുകയാണെങ്കിൽ ഇവിടെ ജനിക്കണം. പല ജമീന്ദാരായിട്ടോ പൂജാരിയായിട്ടോ. അവളെ രക്ഷിക്കാനാവില്ലേ? എവിടുന്ന്? സേതു, നീയോ ഞാനോ വിചാരിച്ചാൽ മാറ്റാവുന്നതല്ലേ ഇത്. നീ കിടക്കാൻ നോക്ക്. നാളെ സൈറ്റിൽ പോണ്ട. ഇല്ല, എനിക്കൊന്നും ഉറക്കം വരില്ല. സുധി, എനിക്കവിടെ പോകണം, അവളെ കാണണം. ഓഹോ, അപ്പൊ അതാണ് കാര്യം. അമ്പടാ കള്ളൻ. നാളെ പോ. പറ്റില്ല, എനിക്കിന്ന് പോണം. സേതു, ആ സ്ഥലം അത്ര നല്ലതല്ല. ഈ രാത്രിയിൽ എവിടെ കിടന്ന് കറങ്ങാന്ന് വെച്ചാൽ ശരിയാവില്ല. നിനക്ക് പേടിയാണോ? ഛേ, അതല്ല കാര്യം. അവിടെ നമുക്കങ്ങനെ നേരിട്ട് ചെല്ലാൻ പറ്റില്ല. ഓൺലി ത്രൂ ബ്രോക്കേഴ്സ്. അതാണ് പ്രശ്നം. ഇന്നൊരു ദിവസം മാത്രം അവളെ ഒന്ന് കണ്ടാ മതി, പ്ലീസ്. വാ, ശ്രമിച്ചു നോക്കാം. రండి సార్ రండి. బాగున్నారా? బాగున్నాను. ఏం సార్ ఈ తోవే మర్చిపోయారా? లేదే, దానికోసమే వచ్చింది. ఒక మాట చెప్పాలా? ఏంటి? అయితే బాగుంది కదా. కొత్తది పాత దగ్గర తీసుకుని వెళ్ళకూడదు. అది నాకు చెప్పాలా? ఈ కుమరబుత్తికి అదంతా తెలుసు. రండి సార్, సుబ్బమ్మ గారింట్లో కొత్త పెట్టుంది. రండి సార్. సుబ్బారావు, బాగున్నావా? సార్ రండి రండి. ఇదిగో, ఊరికే నచ్చపెట్టకయ్యా. కరెక్ట్ గా ఎంత ఇస్తావో చెప్పు. నేను 2,000 ఇప్పుడు ఇస్తాను. అదే నా దగ్గర ఉంది. కదా సరే, కొత్త అమ్మాయి కావాలా? సుబ్బమ్మ, ఆ? ఇతను పెద్ద ఇంజనీరు. అలాగా? వదలకుండా పట్టుకో. రండి బాబు, రండి, కూర్చోండి బాబు. కూర్చోండి సార్, కూర్చోండి. వద్దు, పాత అంతా వద్దు, కొత్తది కావాలా? ఇతను కొత్త పార్టీ. ఆ. చిన్న చిన్న పిల్లలు కావాలి. అలాగా? రావు, అమ్మాయిలందరిని పిలువు. గుణ, చూడండి సార్, అందరూ కొత్త కొత్త అమ్మాయిలు. എനിക്ക് അവളെ മതി. శుభమ్మ, మొదలు నేనే వచ్చింది. అయ్యమ్మ నాకే కావాలా? ఇదిగో డబ్బు. ఇంతకంటే 10 రేట్లు నేను ఇస్తాను. ఆ పిల్ల నాతో పంపించు. తీసుకో. వీలు కాదు. నేనే కదా ఇక్కడ మొదలు వచ్చింది. ఎందుకు అతనితో పంపిస్తావే? రేయ్, శుభమ్మ, నేను తర్వాత చూసుకుంటాను. వదులురా రే. నన్నే అనుకున్నావు? చూస్తా. చూడండి బాబు, സുധി, എനിക്കിവളെ പുറത്തുകൊണ്ട് ഈ സംസാരിച്ച കൊള്ളാമെന്നുണ്ട്. ചോദിച്ചു നോക്കാം. సుబ్బమ్మ, ఈ అమ్మాయిని బయటికి తీసుకుని వెళ్తా. దానికే ఉంది నాయనా, ధారాళంగా తీసుకెళ్ళొచ్చు. చూడు బాబు, వాళ్ళిద్దరూ బయటికి వెళ్ళొస్తారు, నువ్వు ఇక్కడే కూర్చో.
വാ. അല്ല, ഇതിപ്പോ എങ്ങനെ തുടങ്ങാ? ഭാഷ ഒരു പ്രശ്നമാണേ. ஏன் அழுகிறேன்? உங்களுக்கு தமிழ் தெரியுமா? ஆ, கொஞ்சம் கொஞ்சம் தெரியும். எதுக்கு சார் நீங்க கூட்டிட்டு வந்தீங்க? சொல்றேன், பயப்படாத. என் மேல கோபம் இருக்கா? எதுக்கு சார் கோபம்? தேவதாசி யாருக்கிட்டையும் கோவப்படக்கூடாது. இது எதுக்குள்ள நெருப்பு இருந்தாலும் சிரிச்சு நடிக்கணும். இங்கே இருந்து தப்பிக்கணும்னு உனக்கு ஆசை இல்லையா? ஆசை இருக்கு, எனக்கு தெரியும். காப்பாத்த சொல்லி எங்கிட்ட ஒண்ணு ஞாபகம் இருக்கா? நீ ஒரு தேவதாசியோ விரும்பல, தப்பிக்க வழியும் தெரியல. எவ்வளவு நாள்? தெரியாது, எனக்கு தெரியாது. ஆனா எனக்கு எடுத்துட்டா கண்டிப்பா நான் தற்கொலை பண்ணிப்பேன். நான் உன்னை காப்பாத்தட்டா? உங்களால முடியாது. உனக்கு என்ன பிடிச்சிருக்கா? எனக்கு உன்னை ரொம்ப பிடிச்சிருக்கு. உன்னை நான் കല്യാണം பண்ண വിரும்புறேன். കല്യാണം കുട്ടി കല്യാണം നീ കരുതിയിരിക്കുന്നത്? പറയടാ. പ്രേമമാണ് പോലും. എടാ, ദാസികളുടെ പ്രേമത്തിന്റെ വില നിന്നേക്കാൾ കൂടുതൽ എനിക്കറിയാം. കയ്യിലെ കാശ് വീരട്ടെ, അപ്പോഴറിയാം പരിശുദ്ധ പ്രേമത്തിന്റെ തനിനിറം. എനിക്കറിയില്ല സുധി. നിന്റെ ഭാഷയെ പറഞ്ഞാൽ അവളൊരു വേശിയായിരിക്കാം. പാരമ്പര്യം കാത്തു സൂക്ഷിക്കാൻ പിഴച്ചുണ്ടായതായിരിക്കാം. എങ്കിലും എനിക്ക് അവളെ രക്ഷപ്പെടുത്തണം. అక్క, ఈ పెళ్లి జరగకూడదు. వీడు వేరే జాతి, మనం వేరే జాతి. వీడు మలయాళ కూడా అక్క. మనం మన అంతస్తుని చూడాలిగా. ఈ విషయం జమీందారికి తెలిస్తే పెద్ద గొడవ అయిపోతుందక్క. మనకు డబ్బు ముఖ్యం, జమీందారుకి డబ్బు కట్టాలా కదా, మార్వాడికి డబ్బు కట్టాలా కదా. మన ఇల్లు జప్తి చేస్తే ఏం చేసేది? ఎవరికి తెలియదురా. పెళ్ళంటే పెళ్లి. 50,000 ఇస్తే పంపించేస్తాను. అట్లయితే మార్వాడి ఇచ్చేద్దాం. മന്ദാരം മഞ്ഞിൽ മുങ്ങും യാമം, നെഞ്ചോരം സംഗീതത്താൽ സാന്ദ്രം, പൊൻപൂവിൻ നിന്നുള്ളിൽ തേടാ പ്രണയമധുരാരം. മന്ദാരം മഞ്ഞിൽ മുങ്ങും യാമം, നെഞ്ചോരം സംഗീതത്താൽ സാന്ദ്രം, പൊൻപൂവിൻ നിന്നുള്ളിൽ തേടാം പ്രണയമധുരാഗം.
നിന്നുള്ളിൽ തേടാ പ്രണയമധുരാഗം മാണിക്യത്തൂവൽ തുന്നിയാരോ നീർത്തും നീൾവിഴിയിൽ വീണു ആകാശപ്പൂക്കൾ മിന്നിമായും അല്ലിപ്പൂമഴ നനഞ്ഞും അന്യോന്യമങ്ങനെ ഒഴുകുമ്പോൾ സുഹൃതജന്മം മന്ദാരം മഞ്ഞിൽ മുങ്ങും യാമം നെഞ്ചോരം സംഗീതത്താൽ സാന്ദ്രം പൊൻപൂവി നിന്നുള്ളിൽ തേടാ പ്രണയമധുരാലം മന്ദാരം മഞ്ഞിൽ മുങ്ങും യാമം നെഞ്ചോരം സംഗീതത്താൽ സാന്ദ്രം പൊൻപൂവി നിന്നുള്ളിൽ തേടാ പ്രണയമധുരാ నేనే సుకన్య ఏం సుకన్య బాగున్నావా బాగున్నాను. ఇప్పుడు కొత్తగా ఒక పార్టీ వచ్చింది సుకన్య. ఎక్కువ డబ్బున్నవాడు, బాంబే సేటు. దానికి నేనేం చేసేది? నీకు ఎక్కువ డబ్బు బంగారం దొరుకుతుంది. ఈసారి కంటే అతను ఎక్కువ డబ్బు కలవాడు. ఇక మీద ఎక్కడికి రాకూడదు. ఎందుకు నన్ను నెమ్మదిగా ఉండనివరు? ముందు బయటకు నడు. చూస్తా. എന്താ ആ കുമരിമുത്തു സാരമില്ല, അവരൊന്നും മാറാൻ പോകുന്നില്ല. ഏയ്, എന്താ ഇത്? സേതുവേട്ടന്റെ നാട്ടിൽ ഇതുപോലുള്ള പുഴയുണ്ടോ? പിന്നെ പുഴകളുടെയും മലകളുടെയും നാടാണ് കേരളം. അവിടെയൊക്കെ ഇങ്ങനെ പോയിരിക്കാറുണ്ടോ? പലപ്പോഴും അവിടെ നക്ഷത്രക്കൂട്ടങ്ങൾക്കിടയിൽ ഞാൻ എന്റെ അമ്മയെ തിരിയാറുണ്ടായിരുന്നു. അന്നും തനിച്ചായിരുന്നോ? അല്ല, നിന്നെ പോലെ നാണം കുണുങ്ങിയ പുഴകൾ, എന്റെ കളിക്കൂട്ടുകാരൻ ഉദയൻ, എല്ലാം എനിക്ക് സ്വന്തമായിരുന്നു. എന്നെ അവിടെ കൊണ്ടുപോകുമോ? ഒരിക്കൽ നമുക്കവിടെ പോകണം. പരേരാത്മാക്കൾക്ക് നിത്യശാന്തിയേകുന്ന ഭാരതപ്പുഴയുടെ തീരത്ത് ഇതുപോലെ നമുക്കിരിക്കണം. എന്നിട്ട് പാവനാശിനെ മുങ്ങി കുളിക്കണം. ഗ്രാമാന്തരങ്ങളിലൂടെ കൈകോർത്ത് നടക്കണം. അവിടെ നിനക്ക് സ്നേഹസമ്പന്നരായ നാട്യങ്ങളില്ലാത്ത മനുഷ്യരെ കാണാം. ഇവിടെ വെച്ച് എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നീ അവിടെ പോണം. എന്റെ നാട് നിന്നെ കൈവിടില്ല. എന്താ ഇത്? അയ്യേ, ഞാൻ വെറുതെ പറഞ്ഞല്ലേ, എനിക്കൊന്നും സംഭവിക്കില്ല.
ഇവിടെ ദേവദാസിയാണെന്ന് പറഞ്ഞപ്പോ നീ കേട്ടോടാ. നിന്റെ ഭാര്യ വിളിച്ചിട്ടാ ഞാൻ വന്നത്. ചോദിച്ചു നോക്ക്. ദേഷ്യം കിട്ടുന്നത് തന്നെ ഇതെന്റെ ഇഷ്ടമാണ്, എന്റെ കുലധർമ്മം. നിങ്ങൾക്ക് എന്നെ അടിമയാക്കാൻ ഒക്കില്ല. നീ ആരും ചതിക്കരുത്. இதுதான் நடந்தது. நீங்க சொன்னதெல்லாம் நேரு. அது சத்தியமானன்னு கருதான் தெளிவு இருக்கா? இருக்கு. இந்தாங்க அண்ணா. ഇത് സേതു, എന്റെ മകൻ. ആ? ഡേ രാമു, ഇത് നമ്മുടെ സേതു അല്ലേ? അതെ അണ്ണാ, ഇത് സേതുവാണ്. അവൻ മരിച്ചുപോയെന്നോ? രാജമ്മ! 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 നമ്മുടെ മോൻ പോയി രാജമ്മ. നമ്മുടെ സേതു പോയി. നമ്മൾ വിട്ടിട്ട് അവൻ പോയി. വേണ്ട, എനിക്ക് ആരെയും കാണണ്ട. എന്റെ മോൻ പോയി. അണ്ണാ, അണ്ണാ, നീ എവിടെ പോയിരുന്നു? കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ പോയിരുന്നു. ഓ, കല്യാണത്തിനുള്ള ഒരുക്കം? അങ്ങനൊന്നുമില്ലണ്ണ, ഒരു താലി. ആ കല്യാണം നടക്കില്ല. അത് വേണ്ട മക്കളെ, ആ കല്യാണം നടക്കാൻ പാടില്ല. അണ്ണ എന്തൊക്കെയാണ് പറയുന്നത്? ശരിയാവില്ല. അവള് ദേവദാസിയ, നിനക്കത് ശരിയാവില്ല. അണ്ണാ, അണ്ണനാണ് അവളെ കെട്ടിച്ചേരാന്ന് പറഞ്ഞത്. ചേരി മുഴുവൻ സദ്യ ഇടാന്ന് പറഞ്ഞത്. പലതും ഞാൻ ആശിച്ചു പോയണ്ണ. ആ, ഞാനും പലതും ആശിച്ചു. വിധിയെ തടുക്കാൻ കഴിയുമോ? നിനക്കറിയോ, അവള് കാരണമാണ് എനിക്ക് എന്റെ സേതു നഷ്ടപ്പെട്ടത്. പറ, സേതുവിന്റെ ഭാര്യ നിനക്ക് കെട്ടണോ? പോടാ, പോയവളുടെ കഴുത്തരിച്ചിട്ട് വാ. പോ. എന്തിനവനെ കൊന്നു? പറയടി, എന്തിനവനെ കൊന്നു? നീ എന്നെ ചതിക്കാൻ നോക്കിയത് അല്ലടി. പെണ്ണുകൊള്ള കാട്ടുന്നത് നീ എന്നെ കൊല്ലാൻ നോക്കിയത് അല്ലടി. പറയടി, പറയടി പുല്ലേ. എടാ, എന്താ നീ കാണിക്കണേ? ആ കൊച്ചിനെ വിടാ. കൊന്നോളാ ഞാൻ. ഒറ്റ എണ്ണം അടുക്കരുത്. എന്തിനെന്നെ കൂടെ പുറപ്പെട്ട് ചതിച്ചു? ഒത്തിരി ഒത്തിരി ആശകളൊന്നും എന്തിനെന്നെ ചതിച്ചു? പറയടി. പോ, എവിടേക്ക് പോയി തൊലേ. നിന്നെ വെട്ടി നുറുക്കുന്ന ആളെ എനിക്ക് വയ്യ. പോടി, കൊണ്ടുപോ.
കിട്ടിയോ? ഇല്ലെണ്ണ, അവളെ കൊല്ലാൻ എനിക്ക് കഴിഞ്ഞില്ല. അവരവളെ കൊണ്ടുപോയി. നിനക്ക് പറ്റിയില്ല. എന്റെ സേതുവിനെ കൊന്നവളെ കൊല്ലാൻ നിനക്ക് പറ്റിയില്ല. രാമു, ഇവനും അവൾക്ക് സൈഡാ. പോയി കൊണ്ടുവാ. ഓരോ ഹോട്ടലിലും റെയിൽവേ സ്റ്റേഷനിൽ പോയി തപ്പണം. ശരിയാണ്. ഓ പോട്ടെ മക്കളെ, ഞാൻ തന്നെ ചെയ്തോളാം. ആരോമലേ എൻ വേദന, ആത്മാവിലോ നിൻ ചേതന, നോവേറുന്നു രാവേറുമ്പോൾ ആശ തന്നകന്നുവോ, രാവേ പാടു മൂകം. ആരോമലേ എൻ വേദന, ആത്മാവിലോ നിൻ ചേതന, നോവേറുന്നു രാവേറുമ്പോൾ ആശ തന്നകന്നുവോ, രാവേ പാടു മൂകം. ഒന്നാകുവാൻ ആശ തീർത്തു, ഓമൽ സ്വപ്നങ്ങൾ തീർത്തു, എന്നോമന വീണമീട്ടി ശോകരാഗം തീർത്തു, മോഹപ്പും വാടിയ വാടിക്കരിഞ്ഞു പോ, കാർമേഘമേ നീർമാലയായി വായോ വായോ വായോ. ആരോമലേ എൻ വേദന, ആത്മാവിലോ നിൻ ചേതന, നോവേറുന്നു രാവേറുമ്പോൾ ആശ തന്നകന്നുവോ, രാവേ പാടു മൂകം. ഹലോ, ഹൈദരാബാദിലേക്ക് രാവിലത്തെ വണ്ടിക്ക് 4 ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ആളുകൾ റെയിൽവേ സ്റ്റേഷനിൽ വേണം. ഇയാൾ നിന്നെ അന്വേഷിച്ചു വന്നതാണ്. വത്സ, അവളെ കിട്ടിയ? ഇല്ലല്ലേ, കിട്ടും. പുലർച്ചെ 4:30 വണ്ടിക്ക് പോകാനാ തീരുമാനം. ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. അവിടെയായിട്ട് പിടിക്കാൻ അണ്ണന്റെ നീക്കം. ഞാൻ സേതുവിന്റെ ഫ്രണ്ടാണ്. സേതുവിന്റെ ചില സാധനങ്ങൾ ഏൽപ്പിക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോ വന്നത്. ഉദയനെ പറ്റി സേതു എപ്പോഴും പറയുമായിരുന്നു. അവൻ അവന്റെ അച്ഛനെ പണ്ടേ ഇഷ്ടമല്ലായിരുന്നല്ലോ. അതെടാ, നീ എത്താനോട് തന്നെ എത്തിയത് പറടാ. നീ അവളെ കൂടെ എന്തിനു വേഷം കെട്ടി? എന്തിനെ സേതുവിനെ കൊന്നു?
നീ മാത്രമല്ല അവളെ ഇവിടെ രക്ഷപ്പെടാൻ പോകുന്നില്ല. നിങ്ങൾ എന്തായി പറയുന്നത്? നീ സുകന്യം കൂടെ സേതുവിനെ കൊന്നവരെ ആരും അറിയില്ലെന്നല്ല. ഉദയ, ഞാൻ പറയുന്നത് കേട്ടിട്ട് നീ എന്ത് വേണേ ചെയ്തോളൂ. నిన్నే പോലെ തന്നെ సేదుని స్నేహించమని ഞാനും. వచ్చే వాళ్ళందరికీ సుకన్య సుకన్య. నేనేం చేసేది? నేను అప్పుడే చెప్పాను ఈ పెళ్లి వల్ల మనకు చాలా కష్టం వస్తుందని. ఇప్పుడేమైందక్క? పోయి పిలుచుకొనరా. సేట కోపంగా వెళ్ళకూడదు. మామూరువాడికి డబ్బులు ఇవ్వాలి. దాందే ఉంది. సుకన్య మన పిల్ల, దేవదాసి. వాడు అక్కడ ఉంటాడు, వెళ్ళి తీసుకురా. కేరళలో దేవదాసి గురించి ఏం తెలియదు. దేవదాసి అంటే ఎవరు ఒప్పుకోరు. కేరళ కేరళ ఏమిటి కేరళ? దానికోసం మన పని వదులుకుంటావా? రేయ్, వెళ్ళి దాన్ని తీసుకురారా. సుకన్య సుకన్య. ఏమిటే, నువ్వు అతను కాపలాగా ఉన్నావా? పిలిస్తే ఎందుకు రాలేదు? జమీందారు సేటు నువ్వు ఆడుకునే బొమ్మలా కనిపిస్తున్నారా? అమ్మా, మా ఇద్దరిని వదిలేసి ఇంకా పని నాకుద్దు. ఏమిటే, ఈ పనికి ఏమి లోటు? నువ్వు ఎవరిని చూసుకునే ఇంత గర్వంగా వాగుతున్నావు? ఏమి ప్రశ్న? ఏం లేదండి. ఎందుకు లేదు? ఉంది. అయినా ఎందుకయ్యా దీన్ని ఇంట్లో పెట్టుకుని కులుకుతున్నావు? ఇది నా పిల్ల. పెళ్ళామా? ఇదంతా డబ్బు కోసం చేస్తుంది. నీకు ఆశ ఉన్నంత వరకు ఉంచుకొని తర్వాత పంపించేయాలి. పెళ్ళామంట పెళ్ళాం. మీరు కొద్ది మర్యాదగా మాట్లాడండి. ఇది మా కుటుంబ ప్రశ్న. కుటుంబం? సుకన్య నా బిడ్డ, దేవదాసి. ఎవరు ఉంచుకోవడానికి నేను ఒప్పుకోను. నేను నీ బిడ్డ అయితే మీరెవరి ఇక్కడికి రాకూడదు. మీరెవరి నాకొద్దు. నువ్వెన్నైనా చెప్పు, నిన్ను ఎలా తీసుకెళ్లాలో నాకు బాగా తెలుసు. రేయ్, దాన్ని పట్టుకోండిరా. నెంజిన చోటు నుంచి ఒక్క అడుగు కూడా ముందుకు రాకూడదు. లంజా కుడుక, అమ్మ పెళ్లిని ఉదలిసి తిండి తిన్న కుక్క. ఎక్కడికి పోతావే? എനിക്ക് പേടിയാവുന്നു. നമുക്ക് എങ്ങോട്ടെങ്കിലും പോകാം. రేయ్, వాడిని నరకండా. ആ ഷോക്കിലാണ് സുകന്യയുടെ സംസാരശേഷി നഷ്ടപ്പെട്ടത്. അതിനുശേഷം അവളെ ആരും കണ്ടിട്ടില്ല. రేయ్, ఎవరో చూడరా. എല്ലാം തകർന്ന സുകന്യയും കൊണ്ട് അവർ രക്ഷപ്പെടും. ഞങ്ങൾ പൊരുതി നോക്കി, രക്ഷയില്ല. നമ്മൾ വിചാരിച്ചൊരു ശക്തരാണ്. ഞങ്ങൾ കഴിയുന്നതൊക്കെ നോക്കി. മറ്റുള്ളവരൊക്കെ. హలో హలో అక్క, మీరు పాల్పండి. రేయ్, రావే. రా. త్వరగా రా.
ഡേയ് അവന്മാർക്കൊന്നും അറിയില്ല, അതാ തടഞ്ഞത്. പോട്ടെ. ഞാൻ പറഞ്ഞു നിന്നോടത് ചെയ്യാൻ, ചെയ്തില്ല. അനുസരണക്കേട്. എന്നിട്ട് അവളെ രക്ഷിക്കാൻ വന്നു. തെറ്റ്. നീ വിചാരിച്ചാൽ അവള് രക്ഷപ്പെടോ? അണ്ണാ, തെറ്റുകളുടെ ആകെ തുകയാണ് നിങ്ങൾ. സ്വാർത്ഥനാണ് നിങ്ങൾ. സ്വന്തം ഭാര്യയെ ബലികഴിപ്പിച്ച് സേതുവിനെ നിങ്ങൾ അനാഥനാക്കി. സത്യം മനസ്സിലാക്കി അതിന്റെ ഭാര്യയെ നിങ്ങൾ കൊന്നു. എന്തിനവളെ കൊന്നു? പറയാൻ. അവന്റെ ആത്മാവിന് ശാന്തി കിട്ടാൻ നിങ്ങൾ അനുവദിച്ചില്ല. ഗതി കിട്ടാതെ ഇന്ന് ആത്മാക്കളുടെ കൂട്ടത്തിൽ നിങ്ങളുടെ ഭാര്യയുണ്ട്, മകനുണ്ട്, മരുമകളുണ്ട്. പറ, ആരാണ് ഉത്തരവാദി? ജീവപര്യന്തം തടവ് ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരിക്കുന്ന ഈ കേസിലെ പ്രതി ഉദയൻ ചെയ്ത കുറ്റം ഈ സമൂഹത്തിൽ ജനിച്ചുപോയി എന്നതാണ്. ഈ മണ്ണിൽ ജനിക്കുകയും ജീവിക്കാൻ ശ്രമിക്കുകയും ചെയ്തതിന് സമൂഹം അവന് നൽകിയ സമ്മാനം കൈവിലങ്ങുകളാണ്. നാളെ ഇവൻ ഇവിടെ നിന്നും തിരിച്ചെത്തുമ്പോൾ ഒരുപക്ഷെ മറ്റൊരു കുലപതിയായി മാറിയേക്കാം.